ഓരോ ദിവസങ്ങളും കർത്താവ് തരുന്നത് കർത്താവിനോട് കൂടെ ചേർന്നിരിപ്പാനും ദൈവവചനത്തിൽ ആ, ആഴമായി ദൈവവചനത്തെ മനസ്സിലാക്കുവാനും നമ്മുടെ മനസ്സ് രൂപാന്തരപ്പെടുത്തുവാനും എത്രത്തോളം ദൈവവചനം നമുക്ക് തുറന്നു കിട്ടുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ പണിയുവാനും എല്ലാം ദൈവം നമ്മളെ സഹായിക്കും. ഞാൻ ഒരിക്കലും ശുശ്രൂഷകനാകണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചൊരു വ്യക്തിയല്ല. ആഹ് ഞാൻ എന്നെ പറ്റി ഒന്ന് പരിചയപ്പെടുത്തുവാണെങ്കിൽ 2007 യാക്കോബായ പശ്ചാത്തലത്തിൽ നിന്ന് ഞങ്ങള് പെന്തക്കോസ്റ്റിലേക്ക് വരുന്നത്. ആ സമയത്ത് പ്രിയ പിതാവിനോട് ദൈവം സഭാ ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് ആവശ്യപ്പെട്ടു. ഒരു ബൈബിളുമായിട്ടൊരു ബന്ധമുള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ കൽപ്പനകളും വചനവും എന്താണെന്ന് അറിയാമായിരുന്നു. എന്നാൽ അതിൽ നിന്നൊക്കെ മാറി നടക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ വിശ്വാസത്തിലേക്ക് വന്നു. അങ്ങനെ ഒരു ചോദിച്ചു കർത്താവ് കോട്ടയത്ത് മണർകാട് എന്ന പട്ടണത്തിൽ ഞങ്ങൾക്ക് ആരംഭിക്കാൻ കർത്താവ് ഇടയാക്കി, കൃപ നൽകി. ഒത്തിരി പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഇല്ലായ്മകളും ഒക്കെ കണ്ടു വളർന്നത് കൊണ്ട് ഏത് ചർച്ചിന്റെ അകത്ത് ഏത് പാസ്റ്റർമാര് വന്നാലും ഞാനില്ലെങ്കിലും ഇളയ മകൻ ദൈവവേലയ്ക്ക് വേണ്ടി ഉള്ളതാണെന്ന് ഇങ്ങനെ പറയും. ഇപ്പം കൈയടിക്കും, ആമേൻ പറയും. പക്ഷേ അങ്ങനെ ഒരു ഫുൾ ടൈമിലോട്ടൊന്നും പോകാൻ ഒരു താല്പര്യം ഇല്ലായിരുന്നു. കാരണം നമ്മൾ കണ്ടുവന്ന സ്ട്രഗിൾസ് ദൈവദാസന്മാരുടെ അറിയാം. അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു സ്ട്രഗിൾ ഉണ്ടാകാൻ പാടില്ല എന്നൊരു വളരെ ബോധ്യം എൻ്റെ അകത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ +2 കഴിഞ്ഞിട്ട് ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയി. നല്ല നിലയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരു 3rd ഇയർ ഒക്കെ ആയി തുടങ്ങിയപ്പോൾ ദൈവം ഭയങ്കരമായി ഇടപെടാൻ തുടങ്ങി. ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തോടുള്ളൊരു കൊതി വർദ്ധിക്കാൻ തുടങ്ങി. എന്നെ ഒരു പ്രവാചകനല്ല നടത്തിയത്. ഒരു ചേർച്ച് ഇല്ല. ഞാൻ അവിടെ സേലത്തായിരിക്കുമ്പോൾ ഒരു ചേർച്ചിന്റെ ഫെലോഷിപ്പ് ഇല്ല. പക്ഷേ ഒരു ഒരു ഫസ്റ്റ് ഇയർ ഒക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി ദൈവത്തിൽ നിന്ന് അകലാൻ തുടങ്ങി. പക്ഷേ ഒരു 3rd ഇയർ 4th ഇയർ ഒക്കെ ആകുമ്പോൾ ദൈവത്തിന്റെ സ്നേഹം വല്ലാതെ അങ്ങ് ദൈവവചനത്തോടും ദൈവവേലയോടൊക്കെ വല്ലാതൊരു കൊതി അങ്ങ് അകത്ത് തോന്നാൻ തുടങ്ങി. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, കർത്താവേ, എന്താണ് എന്നെ പറ്റിയുള്ള ഒരു ദൈവിക ഉദ്ദേശം, അത് എനിക്ക് മനസ്സിലാക്കി തന്നാൽ ഞാൻ ഇറങ്ങാം. ഞാൻ ഞാൻ എൻ്റെ ഭാഷയിൽ പറയാം, ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പ്രസംഗിച്ച് എന്താ പറയാ, ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്കും പ്രസംഗിച്ച്, ഇവിടെ നിന്ന് അടുത്ത ദിവസം വേറൊരു സ്ഥലത്തും പ്രസംഗിച്ച് അങ്ങനെ ലൈഫ് തീർക്കാൻ എനിക്ക് താല്പര്യമില്ല. ഇഫ് യു ട്രൂലി വാണ്ട് മീ ടു ഗെറ്റ് ഇൻ യുവർ മിനിസ്ട്രി, എനിക്ക് പ്യൂർ ആയിട്ടുള്ളൊരു ദർശനം തരണം, അതിൻ്റെ അകത്തൂടെ എന്നോട് സംസാരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ പഠിച്ച് തീരാറായ സമയത്ത് ഏകദേശം ഒരു 2 ഇയേഴ്സ് ഞാൻ അതിനുവേണ്ടി ഇങ്ങനെ പ്രാർത്ഥിച്ചു. ദൈവം ഒരു ദർശനം തന്നു. ആ ദർശനമായിരുന്നു ദൈവം എന്നെ ഉറപ്പിച്ചത്. ആമേൻ. ആ സമയത്തൊക്കെ ഞാൻ ഇച്ചിരി ദൈവത്തിൽ നിന്ന് അകലാൻ തുടങ്ങി. കാരണം ഞാൻ ആയിരുന്ന സ്ഥലത്ത് ഞാൻ മാത്രമേ ഉള്ളായിരുന്നു ഈ വിശ്വാസി കുഞ്ഞായിട്ട്. അപ്പം നിങ്ങൾക്കറിയാം, ഓട്ടോമാറ്റിക്കലി സേലത്തൊക്കെ പഠിക്കുമ്പോൾ മോസ്റ്റ്ലി ഒത്തിരി പേര് ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവരുണ്ട്. മോശമായ സാഹചര്യങ്ങളിലൂടെ അവരുടെ കൂട്ടത്തിലായിരുന്നു ഞാൻ. ഒരു തവണ ഒരു പക്ഷെ ഇത് നിങ്ങളുടെ മാതാപിതാക്കന്മാർക്കൊക്കെ ഒത്തിരി എൻകറേജിങ് ആവും ഞാൻ ഈ പറയുന്ന കാര്യം. ഒരു തവണ എന്നെ ഭയങ്കരമായിട്ട് പ്രൊവോക്ക് ചെയ്ത് ഒരു ബാറിൽ കൊണ്ടുപോയി. എൻ്റെ മുമ്പില് മദ്യം ഇങ്ങനെ സെർവ് ചെയ്ത് വെച്ചു. എന്താ പറയാ, നന്നായി പ്രൊവോക്ക് ചെയ്തു. എനിക്കത് പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് അത് പറയാൻ പറ്റത്തില്ല. പക്ഷെ അവർ നന്നായി പ്രൊവോക്ക് ചെയ്തു. ഈ പ്രൊവോക്ക് ചെയ്തതിന് ശേഷം ഞാൻ ആ മദ്യത്തിന്റെ ബോട്ടിലെടുത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ചുണ്ടിലേക്ക് അടുപ്പിക്കുന്ന വഴിയിൽ എൻ്റെ കൈക്ക് ആരോ കയറി ഇങ്ങനെ പിടിച്ചു. എൻ്റെ കയ്യിൽ ആരോ കയറി പിടിച്ചിട്ട് അടുത്ത കുറേ മിനിറ്റുകൾ അവരെത്ര പുഷ് ചെയ്തിട്ടും അവരെന്തൊക്കെ പറഞ്ഞിട്ടും ഈ മദ്യക്കുപ്പി എനിക്ക് കുടിക്കുവാനോ എൻ്റെ ചുണ്ടിലേക്ക് വരുവോ ചെയ്യുന്നില്ല. അവര് ആ പ്ലാൻ അവിടെ ഡ്രോപ്പ് ചെയ്തു. ഞങ്ങൾ തിരിച്ചു ഭവനത്തിലേക്കൊക്കെ പോയി. അപ്പൊ കുറച്ച് മണിക്കൂർ കഴിഞ്ഞ് ഞാനിങ്ങനെ വീട്ടിൽ ഇരുന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ഈ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഒരു പ്രാർത്ഥന, ഞാനൊക്കെ 7ാം ക്ലാസ്സിൽ ആകുന്ന സമയത്ത് മമ്മി ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ ആ പ്രാർത്ഥന കേട്ടിട്ട് മമ്മിയോട് ഒത്തിരി വഴക്ക് പിടിച്ചിട്ടുണ്ട്. മമ്മി ഇങ്ങനെ പ്രാർത്ഥിക്കരുത്. എന്നെ ഇറിറ്റേറ്റഡ് ആക്കുന്ന ഒരു പ്രെയർ ആയിരുന്നു. മമ്മി ഇങ്ങനെ പ്രാർത്ഥിക്കുക, കർത്താവേ, ഇവൻ കുടിക്കുന്ന വെള്ളവും ഇവൻ കഴിക്കുന്ന ഭക്ഷണവും ഇവൻ ഇടുന്ന വസ്ത്രവും ഞാൻ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു, ശുദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ആ പ്രായത്തിൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ആ ഒരു രക്തത്തിളപ്പുള്ള പ്രായത്തിന്റെ അകത്ത് നമുക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയി ഈ പ്രെയർ. പക്ഷെ നിങ്ങൾക്ക് അറിയാവോ, മമ്മി പ്രാർത്ഥിച്ച, അല്ലെങ്കിൽ ആ 7ാം ക്ലാസ് മുതൽ അമ്മ പ്രാർത്ഥിച്ച 1 മിനിറ്റിന്റെ പ്രാർത്ഥന, അതിന്റെ മറുപടിയും ഈവൻ ബാറിന്റെ അകത്ത് ഇറങ്ങി വന്നു. ആമേൻ.
നമ്മളൊക്കെ പ്രസംഗിക്കുന്ന ദൂതന്മാർ ആരാധനാലയത്തിൽ ഇറങ്ങി വന്നെന്ന് നമ്മൾ പറയാറുണ്ട്, ഭവനത്തിൽ ഇറങ്ങി വരാറുണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്ന അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മക്കൾ തെറ്റിപ്പോകുന്ന ആ മൊമെന്റിൽ വന്ന് അവരെ കൈ പിടിച്ച് തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിൽ ദൈവിക ദൂതന്മാർക്ക് ഇടപെടുവാൻ കഴിയും. ഇന്ന് രാത്രി ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങിയ തെറ്റിപ്പോകുന്നതിന് മുമ്പ് ആ സമയം മുതൽ, എനിക്ക് എൻ്റെ ഓർമ്മ വെച്ച സമയം മുതൽ എവറി ട്യൂസ്ഡേ അമ്മ ഉപവസിക്കുമായിരുന്നു. ഉച്ചവരെ ഞങ്ങൾക്ക് വേണ്ടി, എനിക്കും എൻ്റെ ബ്രദറിന് വേണ്ടിയും ഉപവസിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ അതുകൊണ്ട് ഒരു കാര്യം പറയാം, ഞാൻ എഞ്ചിനീയറിംഗ് നന്നായി കംപ്ലീറ്റ് ചെയ്യാൻ കർത്താവ് സഹായിച്ചു. ദൈവം എന്നോട് ഒരു സ്വപ്നത്തിലൂടെ, ആ സമയത്ത് ഞങ്ങൾ ഇൻഡിപെൻഡന്റ് ആയി നിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മളെ ഗൈഡ് ചെയ്യുവാനോ മെന്റർ ചെയ്യുവാനോ ഒന്നും ആൾക്കാരില്ലായിരുന്നു. എനിക്ക് ഏത് ബൈബിൾ കോളേജിൽ പോകണമെന്നൊന്നും ഗൈഡ് ചെയ്യാൻ എനിക്ക് ആരും ഇല്ലായിരുന്നു. സോ ഞാനിങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിച്ചു. ഞാൻ ഏത് കോളേജിലാണ് പഠിക്കേണ്ടതെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു രാത്രിയിൽ ദൈവം എന്നോട് ദർശനത്തിലൂടെ ഇടപെട്ടു. ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ ഒരു ഗ്രൗണ്ടിലേക്ക് കളിക്കാൻ പോകാം. ക്രിക്കറ്റ് കളിക്കാൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് മൊബൈലിൽ ഒരു ഫോൺ വന്നു. നമുക്കറിയാം, ഈ മൊബൈലിൽ നമ്മൾ സേവ് ചെയ്തിട്ടുള്ള നമ്പർ ആണെങ്കിൽ ആ പേര് എഴുതി കാണിക്കും. ഇപ്പോൾ ജസ്റ്റ് ചേച്ചി എന്നെ വിളിക്കുവാണെങ്കിൽ ജെസ്സി കോളിംഗ് എന്ന് പറഞ്ഞ് എഴുതി കാണിക്കും. ഞാൻ ആ മൊബൈൽ എടുത്തപ്പോൾ അതിൻ്റെ അകത്ത് ഇങ്ങനെ ലെറ്റർ കാണുക, SABC കോളിംഗ് എന്ന്. ഞാൻ SABC എന്തെന്ന് വന്ന് നെറ്റിൽ അടിച്ചു നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് ബാംഗ്ലൂരുള്ള ഒരു ബൈബിൾ കോളേജാണ്, സദേൺ ഏഷ്യ ബൈബിൾ കോളേജാണ് SABC എന്ന് പറഞ്ഞ ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നത്. നിങ്ങളിത് വിശ്വസിക്കുകയില്ലോ എന്നറിയത്തില്ല. കുറച്ച് നാളുകൾ കഴിയുമ്പോൾ ഞാൻ ആപ്ലിക്കേഷൻ അയച്ചു. അതേ ഏത് സെയിം ഡ്രസ്സിലാണോ അമേൻ ഞാൻ ദർശനത്തിൽ കണ്ടത്, അതേ ഡ്രസ്സിലും അതേ സ്ഥലത്തും ഞങ്ങൾ കളിക്കാൻ വേണ്ടി പോകുന്ന ആ ടൈമില് എൻ്റെ ഫോണിലേക്ക് കോൾ വരികയാണ്, ആൽബിൻ യു ആർ അപ്പോയിന്റഡ്, യു ആർ സെലക്ടഡ്, അടുത്ത അക്കാഡമിക് ഇയറിലേക്ക് നീ സെലക്ടഡ് ആണെന്ന് പറഞ്ഞു. ദൈവം അമ്മൻ എന്ത് കാണിച്ചു അതുപോലെ തന്നെ ദൈവം ചെയ്തു തന്നു. ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ നമ്മുടെ ദൈനംദിനമായ കാര്യങ്ങൾക്കകത്ത് വരെ നമ്മൾ എന്ത് ചെയ്യണം, എങ്ങോട്ട് മൂവ് ചെയ്യണം, ഇതൊക്കെ നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാണെങ്കിൽ ആ വേർഡിനെ ഒക്കെ ദൈവം കാണിച്ചു തരുമോ എന്ന് ചോദിച്ചാൽ, എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം, ഞാൻ മറ്റുള്ളവരെ സാക്ഷിയല്ല പറഞ്ഞത്, അത് കർത്താവിന് ചെയ്തു തരാൻ പറ്റും. ഇന്ന് രാത്രി അത് വിശ്വസിക്കുന്നവർ മാത്രം ഒരു ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിക്കുന്നവരുടെ മുമ്പിൽ ദൈവം ഒരിക്കലും അത് മറച്ചു വെക്കത്തില്ല. ഹല്ലേലൂയ. ദൈവത്തെ നമ്മൾ അത്രയും എന്താ പറയാ, അത്രയും ഏർണസ്റ്റ്ലി, അത്രയും ഡെസ്പറേറ്റ്ലി നമ്മൾ സെർച്ച് ചെയ്യുവാണെങ്കിൽ, ദൈവഹിതത്തെ ആരായുവാണെങ്കിൽ, ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഒരു അബദ്ധം പറ്റുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ആമേൻ. ദൈവം നിങ്ങളെ അങ്ങനെ ഞാൻ ഒരിക്കലും മിനിസ്ട്രിയിലേക്ക് ഫുൾ ടൈം ആയി വരണമെന്ന് ആഗ്രഹിച്ചില്ല. കാരണം എൻ്റെ പപ്പ മിനിസ്ട്രിയിൽ സ്ട്രഗിൾ ചെയ്തത് ഞാൻ ഒത്തിരി കണ്ടതാണ്, ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്ത് ഒത്തിരി കണ്ടതാണ്. പക്ഷേ ഞാൻ എന്തു വേണ്ടെന്ന് വെച്ചോ, ഇന്ന് കഴിഞ്ഞ 3-4 വർഷമായി ഞാൻ അത് തന്നെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒത്തിരി തലമുറകളിലേക്ക് എന്താ പറയാ, ആ വിഷൻ, ആ ഒരു ദർശനത്തെ പകരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. എനിക്ക് പപ്പ മമ്മിയുണ്ട്, അവര് മിനിസ്ട്രിയിലാണ്. ഒരു ബ്രദർ ഉണ്ട്, അവരിപ്പോ മലേഷ്യയിലായിരിക്കുന്നു. ഞങ്ങൾക്ക് ഒരു ചേർച്ച് ഉണ്ട്, അതിന്റെ അണ്ടറിൽ ഒരു 5-8 കുഞ്ഞു ചേർച്ചുകൾ പൈനറിംഗ് വർക്കും നടക്കുന്നുണ്ട്. നിങ്ങൾ പ്രാർത്ഥനയിൽ ഓർക്കുക. ഒരു വാക്യം അല്പനിമിഷത്തെ ചിന്തയ്ക്കായി നമുക്കൊന്ന് വായിക്കാം. 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 4-5 വാക്യം. നിങ്ങൾക്ക് എന്റെ ശബ്ദം ക്ലിയർ ആണോ? എനിക്ക് ഒത്തിരി സ്ട്രെയിൻ എടുത്ത് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് 1 പത്രോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 4-5 വാക്യങ്ങൾ. അന്ത്യകാലത്തിൽ വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവയില്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഈ പത്രോസ് ലീഗ ഈ ലേഖനം എഴുതുമ്പോൾ ഇതിന്റെ ഓഡിയൻസ്, അല്ലെങ്കിൽ ഇതിന്റെ ഈ കേൾക്കാൻ പോകുന്ന, ഈ എഴുത്തുകൾ സ്വീകരിക്കാൻ പോകുന്ന ആ വ്യക്തികൾ, അല്ലെങ്കിൽ ആ ചോദ്യം വളരെയധികം ഉപദ്രവത്തിലൂടെ കടന്നു പോകുന്ന ഒരു സമയമാണ്. വളരെയധികം പീഡനങ്ങൾ, വളരെയധികം ശോധനയിലൂടെ ഒരു കൂട്ടം വ്യക്തികൾ, വിശ്വാസികൾ എന്ന് പറയുന്ന രക്ഷിക്കപ്പെട്ട ആളുകൾ വളരെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ റോമിൽ നിന്ന് അദ്ദേഹം അവരെ ബലപ്പെടുത്തുവാൻ എഴുതുന്ന ഒരു ലേഖനമാണ് 1 പത്രോസിന്റെ ലേഖനം. ഏഷ്യ മൈനറിലുള്ളവരെ ബലപ്പെടുത്തുവാൻ വേണ്ടി എഴുതുന്ന ഒരു ലേഖനമാണ്. അവരെ ബലപ്പെടുത്തുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ച്, അന്ത്യകാലത്തിൽ
വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഈ ദൈവവചനം നമ്മളോട് സംസാരിക്കുമ്പോൾ അത് നമ്മുടെ ഹൃദയങ്ങളെ വല്ലാതെ ആശ്വസിപ്പിക്കുന്നത് നമ്മൾ എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും. ദൈവവചനം, ഒരുപക്ഷെ ഞാൻ ഇപ്പോൾ പ്രസംഗിക്കാൻ പോകുന്ന ഈ വചനത്തിന്റെ 1 മണിക്കൂർ സമയത്തിന്റെ അകത്ത് എല്ലാം ഒന്നും നിങ്ങളെ സ്പർശിച്ചെന്ന് വരത്തില്ല. ചിലതും നിങ്ങൾക്ക് അറിവായിട്ട് വരും. പക്ഷേ ചില വാക്കുകൾ, ചില വേർഡുകൾ, ചില ഉദാഹരണങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിനകത്ത് ചേഞ്ച് കൊണ്ടുവരാൻ കഴിയും. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു ദൈവദാസന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അത് വെറുതെ വരുന്നില്ല. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു 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 2 വർഷം മുമ്പ് എന്നെ എനിക്കൊന്ന് മാവേലിക്കര ഒരു സ്ഥലത്ത് ഒരു വീട്ടിൽ പ്രസംഗിക്കാൻ വിളിച്ചു. ദയവായി ക്ഷമിക്കണം ഞാൻ ആ പദം പറയുന്നത്. അവിടെ ഒരു 3ഓ 4ഓ പേരുണ്ടായിരുന്നു. ഒരു പ്രസംഗിക്കാനുള്ള ഒരു അന്തരീക്ഷം ഒന്നും അവിടെ ഇല്ല. ഞാൻ എന്തു ചെയ്യുന്ന അറിയാവോ? ഞാൻ അങ്ങ് ഉഴപ്പി പ്രസംഗിച്ചു. അത് വളരെ തെറ്റാണ്. ഞാൻ ദൈവനാമത്തിൽ ക്ഷമ ചോദിക്കുന്നു. ആമേൻ. ഞാൻ ഇച്ചിരി ഉഴപ്പി പ്രസംഗിച്ചു. അതിലകത്ത് 5 പേരുണ്ടെങ്കിൽ 2 ദൈവദാസന്മാരുണ്ട്. അവരൊട്ടും അറ്റൻഷൻ തരുന്നില്ല. 2 പേര് അങ്ങോട്ട് ഇറങ്ങി എല്ലാം പോകുന്നു. ആകെ ഒരാൾ മാത്രമേ ഇത് മെസ്സേജ് കേൾക്കുന്നുള്ളൂ. നമുക്കൊട്ടും പ്രസംഗിക്കാൻ പറ്റുന്ന ഒരു അന്തരീക്ഷമല്ല. ഞാനിത് പ്രസംഗിച്ച് 1 മണിക്കൂർ ടൈം തരുന്ന, എത്ര പ്രസംഗിച്ചിട്ടും ടൈം പോകുന്നില്ല. എനിക്കറിയാവുന്നതെല്ലാം പ്രസംഗിച്ചിട്ടും ടൈം എന്താ പറയാ, 1 മണി എന്നുള്ള സമയത്ത് എനിക്ക് എത്താൻ പറ്റുന്നില്ല. ഒരു പക്ഷെ പാസ്റ്റർമാർക്കൊക്കെ അത് മനസ്സിലാവും. ചില സമയത്ത് നമുക്ക് ആ ടൈമിൽ നമുക്ക് എത്തിപ്പെടത്തില്ല. ആമേൻ. പക്ഷെ ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന വഴിക്ക് ഒരു ഉദാഹരണം ഞാൻ ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല. ഞാൻ ഇങ്ങനെ ഒരു ഫെയ്ത്തിനെ പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോ ഈ ഒരു ഉദാഹരണം, ഒരു ഇലിസ്ട്രേഷൻ ഇങ്ങനെ അവിടെ പറഞ്ഞു. ഒരു അമ്മയുടെ ഉദരത്തിന്റെ അകത്ത് ഒരു കുഞ്ഞായിരിക്കുമ്പോൾ ആ കുഞ്ഞിന്റെ ജീവനെ നിലനിർത്തുന്നതാണ് അതിന്റെ ഫ്ലൂയിഡ്, അല്ലെ? ഉദരത്തിന്റെ അകത്തൊരു ഫ്ലൂയിഡ് ഉണ്ട്. ഈ ഫ്ലൂയിഡിന്റെ അളവ് കുറയും തോറും ആ കുഞ്ഞ് അതിന്റെ ജീവൻ, അതിന്റെ എന്താ പറയാ, അത് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ, അറ്റ്മോസ്ഫിയർ ഭയങ്കരമായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ഇന്ന് വരെ അങ്ങനെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടില്ല. എനിക്കിങ്ങനെ ഉണ്ടെന്നും അറിയത്തില്ല. ഞാൻ എന്തോ അങ്ങനെ അങ്ങ് പറഞ്ഞു പോയി. പക്ഷെ നിങ്ങൾക്ക് അറിയാമോ, ആ മീറ്റിംഗ് ആശീർവാദം കഴിഞ്ഞിട്ട് അവിടുത്തെ ചേച്ചി വന്ന് എന്നോട് പറയുകയായിരുന്നു. ഒരു ശ്രദ്ധിക്കുന്ന ആ ചേച്ചി വന്നിട്ട് പറയാ, പക്ഷേ എന്നോട് എന്റെ ഡോക്ടർ പറഞ്ഞു, എന്റെ ഉദരത്തിനകത്ത് 7 മാസമായി ഫ്ലൂയിഡ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുക. കുഞ്ഞ് ജീവിക്കുമോ എന്ന് അറിയത്തില്ല. കുഞ്ഞിന് കഴിക്കാനുള്ള വൈറ്റമിൻസോ അല്ലെങ്കിൽ നല്ല ഭക്ഷണം ഒന്നും കഴിക്കാനുള്ള ഒരു സാഹചര്യം അവർക്കില്ല. അവരൊത്തിരി പോവേർട്ടിന്റെ അകത്തുകൂടെ ദാരിദ്ര്യത്തിൽ കടന്നു പോകുന്ന ഒരു ഫാമിലിയാണ്. അപ്പം നമ്മൾ ഈ പറയുന്നത് പോലെ നല്ല പ്രോട്ടീൻ എൻറിച്ച്ഡ് ആയിട്ടുള്ള ഫുഡൊന്നും കഴിക്കാൻ അവർക്കില്ല. പക്ഷെ നിങ്ങൾക്കറിയാമോ, ഡോക്ടർ പറഞ്ഞു അവർ കൊടുത്ത മെഡിസിൻ ഒന്നും വാങ്ങിക്കാൻ ഒരു 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 സാധ്യതയില്ല. പക്ഷെ അത് പറഞ്ഞു ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് പോലുമില്ല. പക്ഷെ ഈ ഉദാഹരണത്തെ അവരങ്ങ് വല്ലാതെ അങ്ങ് വിശ്വസിച്ചു. നിങ്ങൾക്കറിയാമോ, കുറച്ച് 2 ആഴ്ച കഴിഞ്ഞിട്ട് അവർ എനിക്ക് തന്നെ വിളിച്ചിട്ട് മെസ്സേജ് പറഞ്ഞു, പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ എന്റെ ഫ്ലൂയിഡ് നോർമൽ ആയെന്നു. ഞാൻ തന്നെ സത്യത്തിൽ ഞെട്ടിപ്പോയി. കാരണം ചില കാര്യങ്ങൾ നമ്മൾ അബദ്ധവശാൽ പറയുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡോടല്ല പറയുന്നതെങ്കിലും അതുപോലും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ദൈവത്തെ ഇന്ന് രാത്രി നമ്മൾ ആരാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന എല്ലാ വാക്കും നിങ്ങളെ സ്പർശിക്കണമെന്ന് നിർബന്ധമില്ല. പക്ഷെ ഏതെങ്കിലും ഒക്കെ ഒരു വാക്കുകൾ നിങ്ങളെ അത് സ്പർശിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് ഇന്ന് രാത്രി ജീവനായി തന്നെ വ്യാപരിക്കും. ഞാൻ ആ സ്ക്രിപ്ചറിലേക്ക് വന്നോട്ടെ. അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങി നിൽക്കുന്ന രക്ഷയ്ക്ക് ഞാൻ ഇതിനെ ഒരു 3 പാർട്ടാക്കി ആക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 1, അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങി നിൽക്കുന്ന രക്ഷ. 2, വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി. 3, സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങൾ. 3 കാര്യങ്ങൾ. ഈ അന്ത്യകാലം എന്ന് പറയുമ്പോൾ ഈ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിന് ശേഷമുള്ള കാലഘട്ടം അന്ത്യകാലഘട്ടം എന്നാണ് ബൈബിള് പറയുന്നത്. അതൊരു ടേമാണ്. അവസാന നാളുകൾ, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തെ മുഴുവനായി പറയുന്ന ഒരു വാക്കാണ് അന്ത്യകാലഘട്ടം. യേശു മരിച്ചെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത സമയം മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടങ്ങൾ, അപ്പോസ്തലന്മാർ തുടങ്ങി ഇന്ന് വരെയുള്ള കാലഘട്ടത്തെ എൻഡ് ഡേയ്സ് എന്നാണ് പറയുന്നത്. അന്ത്യകാലഘട്ടം എന്നാണ് പറയുന്നത്. അവസാന നാളുകളാണ്. പത്രോസ് ഇവിടെ പറയുകയാണ്, അന്ത്യകാലഘട്ടത്തിൽ കുറെ കാര്യങ്ങൾ വെളിപ്പെടുവാൻ ഒരുങ്ങി നിൽക്കുകയാണ്.
അതിലൊന്നാണ് രക്ഷ പൂർണ്ണമായി വെളിപ്പെടുക, ദൈവരാജ്യം പൂർണ്ണമായി വെളിപ്പെടുക. ദൈവരാജ്യം ഈ ഭൂമിയിൽ പൂർണ്ണമായിട്ട് വെളിപ്പെട്ടിട്ടില്ല. ആമേൻ. അതിനെ നമ്മൾ തിയോളജിക്കൽ പറയുന്ന ഒരു വേർഡ് ഉണ്ട്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് ഓൾറെഡി ബട്ട് നോട്ട് എറ്റ്. ദൈവരാജ്യം പൂർണ്ണമായും ഇവിടെ വെളിപ്പെട്ടിട്ടില്ല. ഭാഗികമായി, ഫിസിക്കലായി, സ്പിരിച്വലായി മാത്രമേ ഇവിടെ വെളിപ്പെട്ടിട്ടുള്ളൂ. പക്ഷേ യേശുവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ അത് പൂർണ്ണമായും ഇവിടെ വെളിപ്പെടും. ഓക്കെ, അന്ത്യകാലഘട്ടത്തിൽ എന്താ പറയാ, ദുരുപദേശങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്താ പറയാ, എതിർ ക്രിസ്തു വെളിപ്പെടുവാൻ ഒരുങ്ങി നിൽക്കുന്നു. അതുപോലെ തന്നെ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങൾ നടക്കുന്നു. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വളരെ തിടുക്കത്തിൽ കർത്താവിനോടുള്ള വരവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരുങ്ങി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ആമേൻ, പത്രോസ് ലീഗ പറയുകയാണ്, അന്ത്യകാലത്ത് വെളിപ്പെടാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു രക്ഷയുണ്ട്. നിങ്ങൾ ഇപ്പോൾ രക്ഷിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ആത്മാവിന്റെ മാത്രമേ വീണ്ടെടുപ്പ് നടന്നിട്ടുള്ളൂ. പക്ഷേ നിങ്ങളുടെ ശരീരത്തിന്റെയും ഈ പ്രകൃതിയുടെയും ഭൂമിയുടെയും വീണ്ടെടുപ്പ് നടന്നിട്ടില്ല. പക്ഷേ ഒരു വലിയ രക്ഷ, അതിന്റെ വീണ്ടെടുപ്പ് പൂർണ്ണമായും വെളിപ്പെടുവാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു സമയമുണ്ട്. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ. അതുപോലെ തന്നെ യോവേൽ പ്രവചനത്തിന്റെ അകത്ത് പറയുകയാണ്, അന്ത്യകാലത്ത് സർവ്വ ജഡത്തിന്റെ മീതെയും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. അപ്പോ അന്ത്യകാലഘട്ടത്തിൽ എതിർ ക്രിസ്തു വെളിപ്പെടുവാൻ ഒരുങ്ങി നിൽക്കുന്നു. ദൈവാത്മാവിന്റെ അതിശക്തമേറിയ ദൈവപ്രവർത്തികൾ വെളിപ്പെടുവാൻ ഒരുങ്ങി നിൽക്കുന്നു. വലിയ രാജ്യങ്ങളുടെ ഉണർവുകൾ, ദേശങ്ങളുടെ ഉണർവുകൾ വെളിപ്പെടുവാൻ ഒരുങ്ങി നിൽക്കുന്നു. തിടുക്കത്തോടെ പല കാര്യങ്ങൾ വെളിപ്പെടുവാൻ ഒരുങ്ങി നിൽക്കുന്ന ഈ സമയത്ത് ഞാൻ വിശ്വസിക്കുന്നു, ദൈവമക്കളാകുന്ന ഞാനും നിങ്ങളും വളരെ ശക്തമായി പ്രാർത്ഥിക്കേണ്ട ഒരു സമയമാണ്. എന്നിട്ട് പത്രോസ് ലീഗ അടുത്ത പദത്തിലേക്ക് പറയുകയാണ്, ആ ജനത്തെ പറയുകയാണ്, വിശ്വാസത്താൽ ദൈവശക്തിയാൽ കാക്കപ്പെടുന്ന നിങ്ങൾ. ശ്രദ്ധിച്ചേ, എങ്ങനെയാണ് ഓരോ ദൈവമക്കളും കാക്കപ്പെടുന്നത്? വിശ്വാസത്താൽ ദൈവശക്തിയാലാണ് ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ കാക്കപ്പെടുന്നത്. നിങ്ങൾക്ക് നല്ലൊരു ആമേൻ പറയാൻ പറ്റുമോ അതിന്? ഹല്ലേലൂയ. ഇത് നന്നായി പറയുവാൻ പത്രോസിന് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിനകത്ത് യേശു കർത്താവ് പറയുന്നുണ്ട്, പത്രോസേ പത്രോസേ, ഷിമോനെ ഷിമോനെ, സാത്താൻ നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് എന്നോട് അപേക്ഷിച്ചു, എന്നോട് ചോദിച്ചു. പക്ഷെ നിന്റെ വിശ്വാസം പോകാതിരിക്കാൻ വേണ്ടി ഞാൻ സാത്താനോട് അപേക്ഷിക്കുക അത്രേ ചെയ്തത്. ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാം, അത് പത്രോസിന് നന്നായി അറിയാം. യേശു കർത്താവ് വിട്ടുകൊടുക്കാത്തത് കൊണ്ട് മാത്രമാണ് പത്രോസ് ഭൂമിയിലായിരുന്നത്. ആമേൻ. ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരു കാര്യം പറയാം, ദൈവം വിശ്വസ്തനായിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇന്ന് രാത്രിയിലും നമ്മൾ വിശ്വസ്തയോടെ ദൈവത്തെ ആരാധിക്കുന്നത്. അതുകൊണ്ടാണ് ലേഖനങ്ങളിൽ അപ്പോസ്തലൻ പറയുന്നത്, നമ്മൾ അവിശ്വസ്തനായിരുന്നാലും ദൈവം വിശ്വസ്തനായിരിക്കുന്നത് കൊണ്ടാണ് ഇന്ന് രാത്രിയിലും നമ്മൾ രക്ഷയുടെ സന്തോഷത്തിലായിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും അവിശ്വസ്തരാണ്, പ്രാർത്ഥനയിൽ അവിശ്വസ്തരാണ്, ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ അവിശ്വസ്തരാണ്. പക്ഷേ അവിടെയെല്ലാം നമ്മുടെ അവിശ്വസ്തതകൾ വെളിപ്പെടുമ്പോഴും ദൈവം വിശ്വസ്തനായി നമ്മുടെ കൂടെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇന്ന് രാത്രിയും നമുക്ക് ദൈവത്തെ ആരാധിക്കാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും ചർച്ചയിൽ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്, നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ടതും ആരാധിക്കേണ്ടതും ദൈവത്തിന്റെ സ്വഭാവത്തെ മനസ്സിലാക്കി വേണം ആരാധിക്കാൻ. ദൈവത്തിന്റെ വിശ്വസ്തതയെ മനസ്സിലാക്കി അതിൽ വേണം നമ്മൾ കൂടുതലും പ്രശംസിക്കുവാൻ. അതുകൊണ്ട് പൗലോസ് പറയും, ഞാൻ ആകുന്നത് കൃപയാലാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ ആകുന്നത് എന്റെ കഴിവ് കൊണ്ടല്ല, എന്റെ ശക്തി കൊണ്ടല്ല, ഞാൻ ആകുന്നത് മുഴുവൻ ദൈവത്തിന്റെ കൃപയാലാണ്. നമ്മൾ പ്രസംഗിക്കുമ്പോൾ, നമ്മൾ പാടുമ്പോൾ, നമ്മൾ സാക്ഷി പറയുമ്പോൾ, നമ്മൾ എന്തെങ്കിലും നേടിയാൽ, നമുക്ക് എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, ഇതൊന്നും നമ്മുടെ ശക്തി കൊണ്ട് നേടിയെന്ന് ഒരു വാക്കുകൊണ്ട് പോലും നമ്മൾ പറയരുത്. നമ്മുടെ ബലം കൊണ്ട് നമ്മൾ ഓടിയെന്ന് പറയരുത്. കാരണം നമ്മൾ അങ്ങനെ പറയാൻ തുടങ്ങിയാൽ ഇപ്പറ ശത്രു പറയുക, അങ്ങനെയാണെങ്കിൽ അവനെ എന്റെ കയ്യിലോട്ടൊന്ന് തന്നെ, യോബിന്റെ ചുറ്റുമുള്ള വേലിയൊക്കെ ഒന്ന് പൊളിച്ച് ദൈവം അനുവദിച്ചാൽ, ഞാൻ ഒരു കാര്യം പറയാം, ഇവിടെ ഇരിക്കുന്ന ഞാനും നിങ്ങളും എത്രത്തോളം ദൈവസന്നിധിയിൽ ഉണ്ടാകും നമുക്കറിയത്തില്ല. ദൈവം നമ്മുടെ വേലി ഒന്ന് പൊളിച്ചു കൊടുത്താൽ ഇവിടെ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കും തന്റെ ഇടത്തോടെ എത്ര പേർക്ക് പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല, നമ്മൾ ആ കർത്താവിന്റെ സ്നേഹത്തിന്റെ അകത്ത് നിൽക്കുമെന്ന്. യോബ് പറഞ്ഞൊരു വേർഡ് എന്നെ ഭയങ്കരമായിട്ട് സ്പർശിച്ചത്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. എനിക്കറിയത്തില്ല ഇന്ന് ഈ തലമുറയിൽ അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനായി കാത്തിരിക്കും. ഹല്ലേലൂയ.
ഇന്ന് രാത്രി അങ്ങനെയൊക്കെ ചോദിച്ചാൽ തന്റെ ഇടത്തോടെ ഒരു ആമേൻ പറയാൻ പറ്റുന്നവർ എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല ഈ കാലഘട്ടത്തിൽ. ഹല്ലേലൂയ. ഐ മീൻ ദൈവത്തിന്റെ ശക്തിയാലാണ് ഞാനും നിങ്ങളും കാക്കപ്പെടുന്നത്. ഈ കാക്കപ്പെടുക എന്ന് പത്രോസ് ഇവിടെ ഉപയോഗിക്കുമ്പോൾ ഇതൊരു സൈന്യവുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന ഒരു ഗ്രീക്ക് വേർഡാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, കാക്കപ്പെടുക. അതൊന്ന് ഡീപ്പായി ചിന്തിച്ച് ഒന്ന് ഡീകോഡ് ചെയ്യാൻ നോക്കിയാലും, നമ്മളിപ്പോൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ, ഞാനിപ്പോൾ കോട്ടയത്തായിരിക്കുന്നു, കുറെ പേര് എറണാകുളത്തുണ്ട്, ഈ ലോകത്തിന്റെ വിവിധ ഭാഗത്ത് നമ്മളായിരിക്കുമ്പോൾ, നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മുടെ രാജ്യത്ത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്, ഒരു കൂട്ടം സംവിധാനങ്ങളുണ്ട്. നമ്മൾ ഉറങ്ങുമ്പോഴും ഈ രാജ്യത്തിന്റെ സൈന്യം, ആർമി, അത് കരസേന ആയിക്കൊള്ളട്ടെ, വ്യോമസേന ആയിക്കൊള്ളട്ടെ, ഇങ്ങനെയുള്ള സേനകൾ എന്തു ആയിക്കൊള്ളട്ടെ, അവരെപ്പോഴും റെഡി ആയിട്ട് ഇരിക്കുന്നത്. ഏത് സമയത്തും ഒരു യുദ്ധം വെളിപ്പെട്ടാൽ ആ യുദ്ധത്തിന് തിരിച്ചൊരു മറുപടി കൊടുക്കുവാൻ തക്ക നിലവാരത്തിൽ ഇവരെല്ലാം റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ നടക്കുമ്പോഴും എല്ലാം നമുക്ക് കാണാൻ കഴിയാത്ത ഒരു ഇൻവിസിബിൾ റെലത്തിന്റെ അകത്ത്, അദൃശ്യ മേഖലയ്ക്കകത്ത് ദൈവശക്തിയാൽ നമ്മളെ സംരക്ഷിക്കുന്നത് ഇന്ന് രാത്രി ഒരു പൂർണ്ണമായ ഒരു ബോധ്യം നമുക്കുണ്ടാകണം. നിങ്ങൾ നടക്കുമ്പോൾ, നിങ്ങൾ പോകുമ്പോൾ, നിങ്ങൾ ഉറങ്ങുമ്പോൾ നമ്മുടെ ഒന്നും വിശ്വാസം പോകാതിരിക്കേണ്ടതിന് ദൈവത്തിന്റെ ശക്തിയാൽ നമ്മളെ കാക്കപ്പെടുകയാണ്. ഹല്ലേലൂയ. സെഖര്യാവിന്റെ പ്രവചന പുസ്തകം പറയുന്നുണ്ട്, അവന്റെ മഹത്വം നമുക്ക് ചുറ്റും തീമതിലായിട്ടാണ് ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഈ ദൈവശക്തിയൊക്കെ, ദൈവത്തിന്റെ മഹത്വത്തെയും ദൈവത്തിന്റെ പ്രൊട്ടക്ഷനെയും ഒക്കെ നമുക്ക് എത്ര പേർക്ക് അതിന്റെ ഡെപ്ത് അറിയണമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഒരിക്കല് ഒറീസയില് കന്തമാൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒരു മിഷൻ പ്രവർത്തനമായിട്ട് ഞങ്ങൾ പോവുക. കോളേജില് ഞങ്ങൾ പോകുന്ന വഴിക്കില് ഒരു സൺഡേയില് ഞങ്ങൾക്ക് ഒരു 100 കിലോമീറ്റർ അപ്പുറം വേണം പോകാൻ ഒരു സ്ഥലത്ത് പ്രസംഗിക്കാൻ. ഞങ്ങള് ബൈക്കിൽ 3 പേരുണ്ട്. കാരണം അവിടെയൊക്കെ ട്രാവലിംഗ് ഭയങ്കര ഡിഫിക്കൽട്ട് ആയതുകൊണ്ട്, ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ 3 പേര് ട്രാവൽ ചെയ്ത് പോകുന്ന സമയത്ത്, ബൈക്കിൽ കയറിയ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് ഞങ്ങളുടെ എന്റെ അകത്ത് ഇങ്ങനെ പറഞ്ഞു, ആൽബിൻ, നീ പ്രാർത്ഥിക്കുക, ദൂതന്മാർ നിന്റെ വഴികൾ ക്ലിയർ ആക്കുവാൻ നീ പ്രാർത്ഥിക്കുക. ദൂതന്മാരോട് പ്രാർത്ഥിക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൂതന്മാരോട് പറയുക എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇന്ന് വരെ അങ്ങനെ ഒരു ദൈവശബ്ദം കേട്ടിട്ടില്ല, ഞാൻ അങ്ങനെ ഒരു ദൈവത്തിൽ നിന്ന് ഒരു ആലോചന കേട്ടിട്ടില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് എന്റെ സ്പിരിറ്റിന്റെ അകത്ത് തോന്നിയിരുന്നു ആ യാത്ര സംബന്ധിച്ചു. പക്ഷെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു ഞങ്ങളുടെ ബൈക്ക് അത്യാവശ്യം ഒരു സ്പീഡിൽ പോകുന്ന സമയത്ത് ഒരു വലിയ, എന്താ പറയാ, ഒരു കാള ഞങ്ങളുടെ ബൈക്കിന്റെ ഫ്രണ്ടിലൊക്കെ പെട്ടെന്ന് എടുത്തു ചാടി. ഒരു കാടിന്റെ സൈഡിലൂടെ ആയിരുന്നു പോകുന്നത്. ഞങ്ങൾ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്ന ബൈക്കിന്റെ ഫ്രണ്ടിലേക്ക് എടുത്തു ചാടി. ഏകദേശം എന്താ പറയുക, ഒരു 5 മീറ്റർ ഡിസ്റ്റൻസ് ഉണ്ടെന്ന്, എനിക്ക് അത്രയും തന്നെ ഉണ്ടോ എന്ന് അറിയത്തില്ല. പക്ഷെ അത്യാവശ്യം ബൈക്ക് സ്പീഡിലാണ് പോയത്. ആ ബൈക്ക് എന്റെ കൂട്ടുകാരന്റെ കയ്യിൽ നിന്ന് കൺട്രോള് പോയി നിലത്തിങ്ങനെ അടിക്കാൻ വേണ്ടി ബൈക്ക്, എന്താ പറയാ, സ്ലിപ്പായി നിലത്ത് വീഴാൻ വേണ്ടി ഇങ്ങനെ പോകുക. ഞങ്ങൾ കണ്ട ഒരു കാര്യമുണ്ട്. കയ്യിൽ നിന്ന് ബാലൻസ് പോയ ബൈക്കിനെ ഒരു കരം വന്ന് എടുത്ത് നേരെ കൊണ്ടുവെക്കുക. നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങളുടെ ബുദ്ധിയിൽ അത് മനസ്സിലാക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇത് സംഭവിക്കുന്ന ആ ദിവസം എന്ന് പറയുന്നത്, അവിടെ ഒരു വലിയ ഫെസ്റ്റിവൽ നടക്കുകയാണ്. അവിടുത്തെ എന്താ പറയാ, ദൈവത്തെ ബ്ലഡ് സാക്രിഫൈസ് കൊടുത്ത്, രക്തം കൊടുത്ത്, എന്താ പറയാ, ആരാധിക്കുന്ന ഒരു ദിവസത്തിലായിരുന്നു, കുരുതി നടക്കുന്ന ഒരു ദിവസത്തിലായിരുന്നു ഞങ്ങൾക്ക് ഈ ആക്സിഡന്റ് നടക്കുന്നത്. ഞങ്ങൾക്ക് ഈ ആക്സിഡന്റ് നടക്കുന്നതിന്റെ തൊട്ട് അടുത്ത് അവിടെ ഒരു വിഗ്രഹം ഉണ്ടായിരുന്നു. അവിടെ അതുമായി ബന്ധപ്പെട്ട് എന്താ പറയാ, പൂജകൾ നടക്കുന്ന ഒരു സ്ഥലത്തിന്റെ ഫ്രണ്ടിലായിരുന്നു ഈ ഇൻസിഡന്റ് നടക്കുന്നത്. അന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, നമ്മൾ പോലും അറിയാതെ ദൈവത്തിന്റെ കരം നമ്മളോട് കൂടെ ചലിക്കുന്നുണ്ട്. ഞാനെപ്പോൾ മനസ്സിലാക്കിയ ഒരു സത്യമുണ്ട്, 70-80 മൈൽ സ്പീഡിൽ പോകുന്ന ഞങ്ങളുടെ ബൈക്കിനെ നേരെ വെക്കണമെങ്കിൽ ഞങ്ങളുടെ കൂടെ ഓടിയ ദൈവത്തിന്റെ കരം അത് എത്രമാത്രം വലുതായിരുന്നു എന്ന്
മനസ്സിലാക്കുവാൻ ദൈവം സഹായിച്ചു. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, നമ്മൾ പോലും അറിയാതെ ദൈവശക്തിയാൽ ദൈവം നമ്മളെ കാക്കുന്നുണ്ട്. നമ്മൾ പോലും അറിയാതെ നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ നടപ്പിനെ, യാത്രകളെ നമ്മൾ ഉറങ്ങുമ്പോഴും ഒരു സൈന്യം നമ്മുടെ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്തതുപോലെ ഉറങ്ങാതെ നമുക്ക് ചുറ്റും. അതുകൊണ്ട് ആ സങ്കീർത്തനത്തിൽ പറയുന്നത്, ഇസ്രായേലിന്റെ പരിപാലകൻ, കാവൽക്കാരൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. വീണ്ടും വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന് ചുറ്റും ഉറങ്ങാതെ ദൈവം പ്രൊട്ടക്ട് ചെയ്ത ഒരു ദൈവത്തിന്റെ സൈന്യമുണ്ടെന്ന് ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറഞ്ഞാൽ എത്ര പേർക്ക് കരമുയർത്തി ആമേൻ പറയാൻ പറ്റും? ഹല്ലേലൂയ. ഇന്ന് രാത്രി പത്രോസ് പറയുക, ദൈവശക്തിയാൽ കാക്കപ്പെടുന്നവരാണ് നിങ്ങൾ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ ബോധ്യമുള്ളവർ നിങ്ങളുടെ വിശ്വാസത്തെ വീണ്ടും ഒന്ന് ഉറപ്പിക്കുക. ദൈവത്തിന്റെ സംരക്ഷണം എന്റെ കൂടെ ഉണ്ട്. എന്നിട്ട് അടുത്ത പദം പത്രോസ് ലീഗ പറയുകയാണ്, സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ നിങ്ങളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. നിങ്ങൾ ആ പദം ശ്രദ്ധിച്ചോ? നിങ്ങൾ ജനിച്ചിരിക്കുന്നു എന്നല്ല പറഞ്ഞത്, നിങ്ങളെ ജനിപ്പിച്ചിരിക്കുന്നു. ഇത് വീണ്ടും ജനനത്തെ പറ്റി പത്രോസ് ലീഗ പറയുകയാണ്. വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു, ഒരവകാശത്തിനായി വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. ഞാനിത് നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾക്കൊരു അവകാശമുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേർക്ക് അത് ആമേൻ പറഞ്ഞ് സ്വീകരിക്കാൻ പറ്റും? ഒരവകാശിയായിട്ടാണ് പുതിയ നിയമത്തിൽ എല്ലാ ദൈവമക്കളെയും ദൈവം ജനിപ്പിച്ചിരിക്കുക. രണ്ട് ജനനങ്ങളാണ് ഒരു വ്യക്തിക്ക് ഈ ഭൂമിയിലുള്ളത്. ഒന്ന്, അമ്മയുടെ ഉദരത്തിൽ നിന്ന് നമ്മൾ ഈ ഭൂമിയിലേക്ക് വരുന്ന സ്വാഭാവികമായ ജനനം. എന്നാൽ അതല്ലാതെ ഒരു ദൈവ പൈതലിന് ഒരു സൂപ്പർ നാച്ചുറൽ ബർത്ത് ഉണ്ട്. അതിനെയാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. ഈ പത്രോസിന്റെ ലേഖനത്തിൽ തന്നെ പറയുന്നു, ദൈവവചനത്താലും പരിശുദ്ധാത്മാവിനാലുമാണ് ഒരു ദൈവ മകൻ അല്ലെങ്കിൽ ഒരു മകൾ വീണ്ടും ജനിക്കുന്നത്. അതിനെ ഈ ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയത്തില്ല. അതിനെപ്പറ്റി ആഴത്തില് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിനകത്ത് മൂന്നാം അധ്യായത്തിനകത്ത് നിങ്ങൾ ഒന്ന് വന്നു കഴിഞ്ഞാൽ യേശു കർത്താവ് നിക്കോദീമോസിനോട് പറയുന്ന കാര്യം പറയുന്നുണ്ട്. ആത്മാവിനാലും വെള്ളത്താലും ഒരു ഭക്തൻ ജനിച്ചില്ല എങ്കിൽ അവന് ദൈവരാജ്യത്തിൽ എന്തു ചെയ്യാൻ പറ്റത്തില്ല, കടക്കുവാൻ കഴിയത്തില്ല. വീണ്ടും പറയുന്നു, ഒരുവൻ വീണ്ടും ജനിച്ചില്ലെങ്കിൽ, വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിനകത്ത് അവന് പ്രവേശിക്കാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്ന എന്നെ കേൾക്കുന്നവരെല്ലാം വീണ്ടും ജനിച്ചവരാണ്. ഞാൻ വീണ്ടും ജനിച്ചിട്ടുണ്ട് എന്ന് ബോധ്യമുള്ളവർ ഒരു ആമേൻ പറഞ്ഞാട്ടെ. നിങ്ങൾക്കൊരു സന്തോഷമില്ലല്ലോ? ആമേൻ, ആമേൻ. ഒരു അമേരിക്കൻ സിറ്റിസൺ ആകുമെന്ന്, അല്ലെങ്കിൽ അവിടുത്തെ ഒരു വിസ, നിങ്ങൾ അവിടുത്തെ ഒരു പൗരനാകുമെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്ത് സന്തോഷമല്ലേ? പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, അമേരിക്കൻ പൗരത്വത്തെക്കാൾ ഈ ലോകത്തിലെ ഏത് രാജ്യത്തിന്റെ പൗരത്വത്തെക്കാൾ വിലയേറിയതാണ് ദൈവരാജ്യത്തിന്റെ അകത്ത് നിങ്ങൾ അംഗമായി എന്ന് പറയുന്നതിന്. ഹല്ലേലൂയ. ഞാൻ വീണ്ടും ജനിച്ചു, ദൈവരാജ്യത്തിന്റെ അകത്ത് എനിക്ക് പ്രവേശനം ലഭിച്ചു എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ലഭിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഭാഗ്യ പദവിയായിട്ട് കണ്ടിട്ട് വേണം ദൈവത്തെ നമുക്ക് ആരാധിക്കുവാൻ. ദൈവം നമ്മളെ ഒരു അവകാശത്തിനായിട്ട് വീണ്ടും ജനിപ്പിച്ചിരിക്കുക. എവിടാണ് ഇവിടെ പത്രോസ് പറയുക, എവിടാണ് നിങ്ങളുടെ ഈ അവകാശത്തെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? അവിടെ തന്നെ പറയുക, സ്വർഗത്തിൽ, ഉയരത്തിലാണ് ദൈവം നമ്മുടെ അവകാശത്തെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഈ ഭൂമിയിൽ എന്ത് സൂക്ഷിച്ചാലും അതെല്ലാം പുഴുവെടുക്കും, അതെല്ലാം കള്ളനെ കവർച്ച ചെയ്യാൻ പറ്റും. നമ്മൾ എത്ര കോടി രൂപ ബാങ്കിനകത്ത് കൊണ്ടിട്ടാലും ഒരു സാമ്പത്തിക മാന്ദ്യം വന്നു കഴിഞ്ഞാൽ, ഒരു യുദ്ധം വന്നു കഴിഞ്ഞാൽ അതിനൊന്നും വലിയ വില ഉണ്ടാകത്തില്ല. പക്ഷെ ഇവിടെ പത്രോസ് പറയുകയാണ്, നിങ്ങൾക്ക് സ്വർഗത്തിൽ ഒരു അവകാശമുണ്ട്. അതിനെ ക്ഷയം, മാലിന്യം, വാട്ടം എന്ന് പറഞ്ഞാൽ അത് പെരിഷബിൾ അല്ല, അത് ഇംപെരിഷബിൾ ആണ്. അത് വാട്ടം ഉണ്ടാകത്തില്ല. നമ്മള് ഈ പ്രത്യേകിച്ചും ആന്റിമാരൊക്കെ ആയതുകൊണ്ട് നിങ്ങൾ ഈ വീട്ടിൽ കുക്ക് ചെയ്യുന്നവരാണെങ്കിൽ, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു, അമ്മേ ഷോണി ആന്റി ഒക്കെ കണ്ടിട്ട് കുക്ക് ചെയ്യുന്നവരാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മേൻ, ഈ ഈ പച്ചക്കറിയൊക്കെ വാങ്ങുമ്പോൾ നിങ്ങൾക്കറിയാം, ഈ മേടിക്കുന്ന സമയത്ത് ഭയങ്കര ഫ്രഷ് ആയിരിക്കും. പക്ഷെ നമ്മളത് ഫ്രിഡ്ജിലൊന്നും കൊണ്ട് വെച്ചില്ലെങ്കിൽ, ഇപ്പോഴും കൂടെ എന്നെ മമ്മി വഴക്ക് പറഞ്ഞതേ ഉള്ളൂ, ഞാൻ ഈ കുക്കുംബർ കണ്ടാൽ മേടിക്കും, പക്ഷെ ഈ
ചെത്തി തിന്നാനുള്ള മടി കൊണ്ട് അത് ഫ്രിഡ്ജിൽ തന്നെ ഇരിക്കും. ഞാൻ പിന്നീട് മറന്നു പോകും. ഒരാഴ്ച, രണ്ടാഴ്ചയോ അല്ലെങ്കിൽ ഒരു മാസമൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലുമൊക്കെ തപ്പിച്ചെല്ലുമ്പോഴായിരിക്കും ഈ കുക്കുമ്പർ ഭയങ്കര ഷ്രിങ്ക് ആയിട്ട് നിൽക്കുന്നത്. ഈ എന്താ പറയാ, വാടി ഇങ്ങനെ എന്താ പറയാ, ഉണങ്ങിയൊക്കെ ഇരിക്കുന്നത്. അത് കണ്ടാൽ നമുക്ക് കഴിക്കാൻ തോന്നത്തില്ല. എന്ന് പറഞ്ഞതുപോലെ ഈ ഈ വാട്ടം ഒരു സമയത്ത് നന്നായിരുന്നു, പക്ഷെ എന്തോ ചെയ്യാ, വാടി തളർന്ന് ഷ്രിങ്ക് ആയിരിക്കുന്നത് പോലെ നമുക്ക് കാണും. പക്ഷെ പത്രോസ് പറയുക, നിങ്ങൾക്കുള്ള അവകാശം വളരെ കഷ്ടതയിലൂടെയും പീഡനത്തിലൂടെയും കടന്നു പോകുന്ന ദൈവജനത്തെ നോക്കിയിട്ട് പറയാ, നിങ്ങൾക്ക് ഒരു അവകാശം ഉണ്ടല്ലോ, അത് സ്വർഗത്തിലുണ്ട്. അതിനൊരു വാട്ടവും സംഭവിക്കത്തില്ല. ആമേൻ. അതിനൊരു കോട്ടവും സംഭവിക്കത്തില്ല. അതിനെ ഈ ലോകത്തിന്റെ ഒരു സിസ്റ്റത്തിനും അത് സ്വർഗത്തിൽ നിന്ന് അപഹരിക്കാൻ കഴിയത്തില്ലെന്ന് പത്രോസ്ലീഹ അവരെ ബലപ്പെടുത്തുകയാണ്. ഇന്ന് രാത്രി ഞാൻ ആമേൻ വചനത്തിന്റെ ആഴത്തിൽ നിന്നുകൊണ്ട്, ആ അധികാരത്തിൽ നിന്നുകൊണ്ട് പറയാ, എനിക്കും നിങ്ങൾക്കും ദൈവം സ്വർഗത്തിൽ ചില അവകാശങ്ങൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കള്ളൻ എടുക്കാൻ കഴിയാത്ത, പുഴുവിനും ഹല്ലേലൂയ ഈ ലോകത്തിലെ സിസ്റ്റത്തിനും തൊടുവാൻ കഴിയാത്ത ഒരു അവകാശത്തിന് നമ്മൾ വിളിക്കപ്പെട്ടവരാന്നുള്ള ഒരു ബോധ്യമുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങളുടെ ആരാധനയ്ക്കകത്ത് ആ സന്തോഷം ഈ രാത്രി വ്യാപരിക്കട്ടെ. അവകാശത്തിനായി ജനിപ്പിച്ചിരിക്കുന്നു. ഈ ഈ ആ വാക്കുകൾ ഞാൻ ഒന്നുകൂടെ പറയുക, ഒരവകാശിയാണ്. ഈ റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിനകത്ത് പറയുന്ന ഒരു പദമുണ്ട്. എന്താ ഈ വീണ്ടും ജനിക്കുക എന്ന് പറയുന്നത്? എന്താ ഈ വീണ്ടും ജനിക്കുക? ആമേൻ. സിമ്പിൾ ആയിട്ട് കൊലോസ്യ ലേഖനത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ 1-ാം അധ്യായം അതിന്റെ 13-ാമത്തെ വാക്യത്തിനകത്ത് പറഞ്ഞാല്, സാത്താന്റെ രാജ്യത്തിൽ നിന്നും സ്നേഹസ്വരൂപനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ രാജ്യത്തിലേക്കുള്ള പ്രവേശനത്തെയാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടുവല്ലോ, സാത്താന്റെ രാജ്യത്തിൽ നിന്ന് സ്നേഹസ്വരൂപനായ യേശു കർത്താവിന്റെ രാജ്യത്തിലേക്കുള്ള നമ്മുടെ പ്രവേശനത്തെയാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകം 1, 2, 3 അധ്യായങ്ങളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ, പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ഈ ആദാമിനകത്ത് മരണമുണ്ടായി. അത് ശാരീരിക മരണമല്ല, അവന്റെ ആത്മാവിന്റെ അകത്തൊരു മരണമുണ്ടായി. ദൈവവുമായിട്ടുള്ള ഫെലോഷിപ്പ് അവന് നഷ്ടപ്പെട്ടു. ആ സമയം മുതൽ പിന്നീട് വരുന്ന ജനറേഷനുകൾ നിങ്ങൾ മുഴുവൻ ശ്രദ്ധിച്ചോ, ദൈവവുമായിട്ട് യഥാർത്ഥ ഫെലോഷിപ്പ് നഷ്ടപ്പെട്ട തലമുറകളാണ് അല്ലെങ്കിൽ മനുഷ്യരാണ് പിന്നീട് വരുന്നത്. എന്നാൽ യേശുക്രിസ്തുവിന്റെ മരണത്തോടെ, യേശുവിന്റെ മരണത്തിന് ശേഷം മക്കൾ എന്ന പദവിയിലേക്ക്, നഷ്ടപ്പെട്ട ഫെലോഷിപ്പിലേക്കാണ് ദൈവമക്കളായ ഞാനും നിങ്ങൾ കടന്നു വരുന്നത്. ആത്മാവെന്ന ആദ്യ ദാനം നമ്മുടെ അകത്തേക്ക് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ആ ഒരു കൂട്ടായ്മ നമ്മുടെ അകത്ത് സംഭവിച്ച ആത്മീക മരണം മാറി ആത്മാവിന്റെ പുതുജീവൻ നമ്മുടെ അകത്തേക്ക് വരുമ്പോൾ ദൈവവുമായിട്ടുള്ള ഒരു വലിയ കൂട്ടായ്മയ്ക്കകത്തേക്ക് നമ്മൾ നടക്കുന്നതിനെയാണ് വീണ്ടും ജനനം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. റോമാലേഖനം എടുത്തു പറയുന്ന, എപ്പോഴും ആത്മാവ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സത്യമുണ്ട്. എന്തെന്നറിയുമോ? നമ്മുടെ ആത്മാവിനോട് ദൈവത്തിന്റെ ആത്മാവ് എപ്പോഴും പറയുക, നീ ദൈവത്തിന്റെ മകനാണ്. നമ്മൾ ഈ പേസ് മേക്കർ ഒക്കെ വെക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ നിങ്ങളെ ഓരോ സെക്കൻഡും ഓരോ ഫ്രാക്ഷന്റെ അകത്തും ഈ ടിക് 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 എന്താ പറയാ, ഈ സെക്കൻഡ് സൂചി ചലിക്കുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ദൈവത്തിന്റെ മകനാണ്, നീ ദൈവത്തിന്റെ മകളാണ്. റോമാലേഖനം 8-ാം അധ്യായം 17-ാമത്തെ വാക്യം പറയുന്നത് എന്തോന്നറിയോ? നിങ്ങൾ ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവേശുവിന് കൂട്ടവകാശിയുമാകുന്നു. ആ പദം ശ്രദ്ധിച്ചോ? നിങ്ങൾ, ഒരുവൻ വീണ്ടും ജനിക്കപ്പെട്ടാൽ അവൻ ദൈവത്തിന്റെ കുടുംബത്തിലേക്ക് കടക്കുക. ആ വ്യക്തിക്ക് ദൈവത്തെ പിന്നെ അപ്പ എന്ന് വിളിക്കാം, അബ്ബ എന്ന് വിളിക്കാം. ദൈവത്തെ അബ്ബ എന്ന് വിളിക്കുമ്പോൾ, നിങ്ങൾ ഈ ലോകത്തിന്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ പിതാവിന് 2 മക്കളാണ്, ഞാനും എന്റെ ജ്യേഷ്ഠനുമുണ്ട്. എന്റെ പിതാവ് വേറെ ഏതെങ്കിലും ഒരു കുഞ്ഞിനെ ദത്തെടുത്താൽ, അഡോപ്റ്റ് ചെയ്താൽ, അവൻ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരുന്ന ആ നിമിഷം മുതൽ ഞങ്ങൾക്ക് എന്തൊക്കെ അവകാശമുണ്ടോ അതിനെല്ലാം ഒരു ഓഹരി ആരാകുകയാണ്? ആ കുഞ്ഞാകുകയാണ്. ആമേൻ. ഞാൻ എങ്ങനെ അപ്പ എന്ന് വിളിച്ചു, അതുപോലെ തന്നെ ആ കുഞ്ഞിനും അവൻ അപ്പ എന്ന് വിളിക്കാം. കാരണം അങ്ങനെ ഒരു എഗ്രിമെന്റ് ചെയ്തതിന് ശേഷമാണ് ആ കുഞ്ഞിനെ ലീഗലായിട്ട് എന്റെ പിതാവ് മകനായി ദത്തെടുത്തത്.
എന്തെല്ലാം അവകാശം എന്റെ പിതാവിനുണ്ടോ, എന്തെല്ലാം സ്വത്തുണ്ടോ, അതിനെല്ലാം ആ കുഞ്ഞും കൂടെ അവകാശിയായി തീരുവാണ്. അതുകൊണ്ടാ റോമാലേഖനത്തിനകത്ത് പറയുന്നത് ക്രിസ്തുവിന് നമ്മൾ കൂട്ടവകാശികളാകുന്നു. ദൈവത്തിന് നമ്മൾ എന്താണ്? അവകാശിയും. ദൈവത്തിന് എന്തെല്ലാം ഉണ്ടോ അതിനെല്ലാം നമ്മൾ അവകാശികളും, ക്രിസ്തുവിന് നമ്മൾ കൂട്ടവകാശിയുമാകുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർക്ക് ആ ബോധ്യം ഞാൻ ഈ സംസാരിക്കുമ്പോഴുണ്ട്? നമ്മൾ പറയത്തില്ല എനിക്കൊന്നുമില്ല, ഈ ഭൂമിയിൽ എനിക്കൊന്നുമില്ല, കർത്താവ് എനിക്കൊന്നുമില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഇന്ന് രാത്രി ശത്രു ഭയക്കും. ഇന്ന് രാത്രി ആരെങ്കിലും ഒക്കെ പറയുവാണെങ്കിൽ ഞാൻ ദൈവത്തിന്റെ അവകാശിയാണ്, ഞാൻ ക്രിസ്തുവിന് കൂട്ടവകാശിയാന്ന് ഇന്ന് രാത്രി ആരെങ്കിലും ഒക്കെ ഒന്ന് രണ്ട് തവണ നിങ്ങളുടെ കരം ഉയർത്തി നിങ്ങളുടെ ഭവനത്തിന്റെ അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് പറയാൻ റെഡിയാണെങ്കിൽ ദൈവത്തിലുള്ള അവകാശങ്ങൾ ഇന്ന് രാത്രി ഈ സൂം മീറ്റിംഗിനകത്ത് ഇന്ന് രാത്രി ചലിക്കും. ഹല്ലേലൂയ. ഞാൻ പറയുന്നത് വെറുതെ അല്ല, എന്റെ അനുഭവത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു 2 മാസങ്ങൾക്ക് മുമ്പ് നോർത്ത് ഇന്ത്യയില് സുവിശേഷ വേലയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കടന്നുപോയി. ഞാൻ അവിടെ ഒരു പർട്ടിക്കുലർ ഗ്രാമത്തിനകത്ത് ഇങ്ങനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയം, അതൊരു സ്ലം ഏരിയ ആണ്. തീർത്തും വൃത്തിഹീനമായ, ഈ നമ്മുടെ കേരളത്തിൽ നമ്മൾ ഒത്തിരി വൃത്തി ഉള്ള രീതികളാണല്ലോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എന്താ പറയാ, ഞാൻ ഉപയോഗിക്കുന്ന എന്റെ ടോയ്ലറ്റ് അല്ലെങ്കിൽ എന്റെ വാഷ്റൂം ഞാൻ എന്റെ പേരൻസിന് പോലും കൊടുക്കത്തില്ല. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ അത്രയും ഹൈജീനിക് ആയിട്ട് സൂക്ഷിക്കുന്ന ചില മേഖലകളുണ്ട്. ആമേൻ. പക്ഷെ അങ്ങനെ ഒരു സ്ലം ഏരിയയിലേക്ക് പോകേണ്ട വന്നു. ഭയങ്കര സ്മെല്ലാണ്. നമുക്ക് അതിൻ്റെ അകത്ത് കയറിയ ഛർദ്ദിക്കാൻ തോന്നും. ഒത്തിരി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലം. ആ കുഞ്ഞു വീടാണ്. കുഞ്ഞ് ഇങ്ങനെ ഈ ഷെഡ് പോലെ ഇങ്ങനെ ഇരിക്കുന്നു. അതിന്റെ നടുവഴിയിലൂടെ ഇങ്ങനെ ഓടകളെല്ലാം പോകുന്നു. ഭയങ്കര ദുർഗന്ധമാണ്. ഞാൻ അവിടെ ചെന്നതും അവര് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇൻവൈറ്റ് ചെയ്തു. ഒരു കുഞ്ഞു മുറിക്കകത്ത് ഇരിക്കണം. ആ കുഞ്ഞു മുറിക്കകത്ത് തന്നെയാണ് അവരുടെ ഓപ്പൺ ടോയ്ലറ്റും ഇരിക്കുന്നത്. അസാധാരണമായ സ്മെല്ലുണ്ട്. പക്ഷെ ഞാനിപ്പോ ആ റൂമിന്റെ അകത്ത് കയറിയപ്പം എനിക്ക് മനസ്സിലായി ആൽബിൻ എന്ന വ്യക്തിക്ക് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഭക്ഷണം കഴിക്കാതെ പോയാൽ അവരെ ഡിസ്റെസ്പെക്ട് ചെയ്യുകയാണ്, അവരെ നമ്മൾ ബഹുമാനിക്കുക, അല്ലെങ്കിൽ അവരെ എന്തു പറയാ, നമ്മള് അവർക്കൊരു മാന്യത കൊടുക്കുന്നില്ലെന്നാണ് അതിനർത്ഥം. ഞാൻ അവിടെ കയറി എനിക്ക് മനസ്സിലായി ഞാൻ വൊമിറ്റ് ചെയ്യും. പക്ഷെ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ ഗീവ് മീ ഗ്രേസ്, എനിക്ക് കൃപ നൽകണം ഇവിടുന്ന് കഴിക്കാൻ. അങ്ങനെ അവര് ഭക്ഷണം കൊണ്ടുവന്നു. ഞാൻ ഓർത്തു പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങാമല്ലോ എന്ന് ഓർത്ത് അവിടുത്തെ ഉള്ളവർ ചപ്പാത്തി തന്നു, ചിക്കൻ കറിയും തന്നു. ഞാനിത് പെട്ടെന്ന് കഴിക്കുക, കാരണം എനിക്കറിയാം ഓരോ സെക്കൻഡ് പോകും തോറും വൊമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി വന്നുകൊണ്ടിരിക്കുക. ഞാൻ ഓൾറെഡി 2-3 തവണ വൊമിറ്റ് ചെയ്യാനുള്ള ഇത് വന്നിട്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി ഓടി, പക്ഷെ വീണ്ടും തിരിച്ചു വന്നു. ഞാൻ ഈ പെട്ടെന്ന് ഭക്ഷണം കഴിക്കുന്ന കണ്ടപ്പോൾ അവർ ഓർത്തു എനിക്ക് ഭയങ്കര വിശപ്പാണ്, ഭക്ഷണത്തോട് ആർത്തിയാന്ന് ഓർത്തു. ഞാൻ ഈ കഴിക്കും തോറും ഇവര് കൊണ്ട് പിന്നെയും ഫുഡ് കൊണ്ടിടുകയാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി അവിടുന്ന് ഇറങ്ങാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഒരു രീതിയിൽ ഞാൻ ഫുഡൊക്കെ കഴിച്ചു, അവരെ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിച്ചു. ദൈവം അതിനുള്ള കൃപ നൽകി. ഈ സുവിശേഷം എന്ന് പറയുന്നത് നല്ല പ്ലാറ്റ്ഫോമിൽ ഇരുന്ന് യേശു ഉള്ള സ്ഥലത്ത് മാത്രം പറയുന്നതല്ല. അങ്ങനെ ഒന്നുമല്ല. യേശു കർത്താവ് കാണിച്ചു തന്ന മാതൃകയും അത് ദൈവം എന്നെ പഠിപ്പിച്ചു. ഞങ്ങൾ എന്നിട്ട് അവിടെ ഒരു ജസ്റ്റ് ഒരു പ്രെയർ, ഒരു ചെറിയൊരു ഹോള് പോലെ ഉണ്ടായിരുന്നു. ഒത്തിരി ആളുകൾ, ഈ ഒത്തിരി കുഞ്ഞുങ്ങൾ അവിടെ ഉള്ളവരെല്ലാം വന്നു. അവിടെ ഇങ്ങനെ ഇരുന്ന് ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് മെസ്സേജ് പറയാൻ സമയം തന്നു. മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പെൺകുഞ്ഞിനെ കൊണ്ട് ഫ്രണ്ടിൽ കിടത്തി. ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം അവള് പാരലൈസ്ഡാ. എന്നിട്ട് അവരുടെ പേരൻസ് പറഞ്ഞത് 10 വർഷം, ഏകദേശം കുറെ വർഷങ്ങളായി ഈ കുഞ്ഞ് എഴുന്നേറ്റ് നടന്നിട്ട് പാരലൈസ്ഡാ. അവരൊരു ഹൈന്ദവ മതത്തിൽ നിന്നാണ് വരുന്നത്. കയ്യില് മൊത്തം ഈ ചരടും ഇങ്ങനെയുള്ളതെല്ലാം ഉണ്ട്. ഞാനിങ്ങനെ പ്രസംഗം ഒന്ന് എന്തോ ചെയ്യണ്ടേ നമുക്കറിയത്തില്ല. കാരണം അവർക്കെല്ലാം ഭയങ്കര വിശ്വാസമാണ്, പ്രാർത്ഥിച്ചാൽ എഴുന്നേക്കോ ഇതൊന്നും നമുക്കറിയത്തില്ല. പക്ഷെ മെസ്സേജ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ 2 ദൈവദാസന്മാർ ഞങ്ങൾ പോയി ആ കുഞ്ഞിന്റെ മീതെ കൈവച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഒരു പദം പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങൾക്ക് തരുവാനില്ല, നസ്രയനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുക എന്ന് പറഞ്ഞപ്പോൾ ആ കുഞ്ഞിന്റെ ശരീരം ഇങ്ങനെ പാരലൈസ്ഡ് ആയ ബോഡിക്കകത്ത് ഒരു ദൈവശക്തി വന്നിട്ട് മടങ്ങാത്ത മുട്ട് പെട്ടെന്ന് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് ഈ മുട്ട് മടങ്ങിയിട്ട് ഈ കുഞ്ഞ് ഒരൊറ്റ ചാട്ടം, ഒറ്റ കുതിച്ചെഴുന്നേൽപ്പ്. ഞാൻ അന്നേരം മനസ്സിലായത് അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് വന്നതിന്റെ ആ മുടന്തൻ, 38 വർഷമായി എഴുന്നേൽക്കാൻ കഴിയാത്ത ആ ലെയിം മാൻ, അവൻ ദൈവശക്തി വന്നപ്പോൾ അവൻ കുതിച്ചെഴുന്നേറ്റു.
ആ സമയത്ത് ആ ദേശത്തിലുള്ളവരെല്ലാം കൂടി വന്നു. ഏകദേശം 5-6 മണിക്കൂർ ഞങ്ങൾ ഒരേ നിൽപ്പിൽ നിന്നുകൊണ്ട് ആ ദേശത്തിലുള്ളവർക്ക് വേണ്ടി എല്ലാം പ്രാർത്ഥിച്ചു. ഞങ്ങൾ നിൽക്കുന്ന നിൽപ്പിനാണ് ആളുകൾ ഈ ചരടുകൾ ഊരി വലിച്ചെറിയുന്നത് ഞങ്ങൾ കണ്ടത്, ഭൂതങ്ങൾ അലറി ഓടുന്നത് കണ്ടത്. അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, ദൈവശക്തിക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല. 10 വർഷത്തെ ബന്ധനമായിക്കൊള്ളട്ടെ, 15 വർഷത്തെ ബന്ധനമായിക്കൊള്ളട്ടെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾ അനുഭവിക്കുന്ന ഏത് സാഹചര്യവുമായിക്കൊള്ളട്ടെ, ഇന്ന് രാത്രി ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ആത്മാവിനും പുനരുദ്ധാനത്തിന്റെ ശക്തിക്കും പരിഹരിക്കാൻ കഴിയാത്ത ഒരു വിഷയവും ഇന്ന് രാത്രി ഇല്ല എന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് എന്നോട് അങ്ങനെ തന്നെ പറയുന്നു. ചിലരുടെ വിഷയത്തിനകത്ത് ദൈവശക്തി ഇന്ന് രാത്രി ഇറങ്ങാൻ പോകുകയാണ്. കല്ലറയ്ക്കകത്ത് കടന്ന യേശുവിന്റെ ശരീരത്തിനകത്തേക്ക് പുനരുദ്ധാനത്തിന്റെ ശക്തി വെളിപ്പെട്ടപ്പോൾ കല്ലറകൾ തുറന്ന് യേശു പുറത്തു വന്നതുപോലെ ഈ ദിവസങ്ങളിൽ പുറത്തു വരത്തില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ചില വിഷയങ്ങൾക്കകത്തേക്ക് ഇന്ന് രാത്രി ദൈവത്തിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി ഇറങ്ങി വരികയാണ്. ചില മരണപാശങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്നതിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ലാബ്രോസിയാം തെരമ ഇന്ന് രാത്രി എന്നോട് ആത്മാവ് പറയുന്നു, ചില അസാധാരണമായ ദൈവത്തിന്റെ മഹത്വം ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ വിഷയത്തിനകത്തേക്ക് ഇറങ്ങി വരാൻ പോകുകയാണ്. ലാബ്രോക്കോ ശബ്ദ എന്നോട് അങ്ങനെ എനിക്കത് കാണാൻ കഴിയുന്നു. പരിശുദ്ധാത്മാവിന് ഒരു വലിയ കാറ്റിനെ ഈ അന്തരീക്ഷത്തിനകത്ത് ദൈവാത്മാവ് അയക്കുകയാണ്. എഗസ്കേൽ 37 പറഞ്ഞതുപോലെ ആമേൻ, ഡ്രൈ ബോൺസുകൾ അസ്ഥിയായി തീർന്നതിനകത്ത്, ജീവനില്ലാത്തതിനകത്ത് ദൈവത്തിന്റെ ഒരു അസാധാരണമായ കാറ്റടിച്ച് ഒരു സൈന്യമായി എഴുന്നേറ്റതുപോലെ ഇന്ന് രാത്രി പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിരിക്കുന്ന ചിന്തകൾക്കകത്ത് ഇനി ഉയർത്തു വരത്തില്ല എന്ന് പറഞ്ഞ് സകലം അവൻ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടിരിക്കുന്ന ചിലരെ നോക്കി ആത്മാവ് പ്രവചിക്കുന്നില്ല. ഇന്ന് രാത്രി ആത്മാവിനെ ഒരു കാറ്റിനകത്ത് മരുഭൂമികളെ ഉദ്യാനമാക്കാൻ കഴിയുന്ന ഒരു ദൈവത്തിന്റെ കരത്തിന്റെ ചലനം ഈ രാത്രി വെളിപ്പെടാൻ പോകുകയാണ്. 1-2 മിനിറ്റുകൾ നിങ്ങൾ ആത്മാവിനൊന്ന് പ്രാർത്ഥിച്ചേ. ഈ ദിവസങ്ങളിൽ ദൈവം എന്നോട് പറയുന്നു, ചിലതിന്റെ അവകാശത്തിന്റെ മീതിൽ വചനം പറയുന്നു, നീതിമാന്റെ അവകാശത്തിന്റെ മീതെ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കത്തില്ലെങ്കിൽ ഒരവകാശത്തിന് വേണ്ടിയാണ് ദൈവം നിന്നെ ജനിപ്പിച്ചതെങ്കിൽ നിനക്ക് മീതെ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ അവകാശങ്ങൾ ഒന്നും ഈ ദിവസങ്ങളിൽ ദുഷ്ടന് അവൻ നിന്റെ മീതെ ഒരു ചെങ്കോൽ വെക്കുവാൻ, ദുഷ്ടന് നിന്റെ മീതെ അവകാശം പറയാൻ കഴിയത്തില്ല എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി പറയുകയാണ്. ഹല്ലേലൂയ. ഞാൻ ആ ദൈവവചനത്തിലേക്ക് ഒന്നുകൂടെ കയറി വരട്ടെ. നിങ്ങൾ ഇനിയുള്ള നിമിഷങ്ങളിൽ വളരെ ആത്മാവിൽ പ്രാർത്ഥിക്കണം, വളരെ വളരെ ഒരുക്കത്തോടെ ഇരിക്കണം. ഞാൻ ഇത് പറയുമ്പോൾ ഇത് ഞാൻ പാഴ്വാക്ക് പറയുകയല്ല. ഈ ദൈവത്തിന്റെ വചനം എങ്ങനെ ചലിക്കുമെന്നുള്ള ഭയങ്കര ബോധ്യം എൻ്റെ അകത്തുള്ളത് കൊണ്ടാണ്. എനിക്കൊന്ന് 11 മണി വരെയാണ് നമുക്ക് സമയം തന്നിരിക്കുന്നത്. ഞാൻ കുറച്ച് കഴിയുമ്പോൾ പേഴ്സണലി പ്രൊഫറ്റിക്കൽ മേഖലയ്ക്കകത്തേക്ക് ഞാൻ കയറും, വ്യക്തിപരമായി ദൂതുകളിലേക്ക് കയറും. അതിനു മുമ്പ് 1-2 അനുഭവങ്ങൾ എന്റെ ശുശ്രൂഷയിൽ എന്റെ കാഴ്ചപ്പാടുകളെ മാറ്റിയ 1-2 അനുഭവങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്തിട്ട് നമ്മൾ ഈ വചനത്തിലേക്ക് ഒന്ന് കടക്കുവാൻ ആഗ്രഹിക്കുക. അവകാശം എന്നുള്ള പദത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുക. ഒരു 6 മാസം മുമ്പ് ഇവിടെ ഒരു മാരാമൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒരു ഇൻവിറ്റേഷൻ കിട്ടിയ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി അവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ, എല്ലാവർക്കും മെസ്സേജ് ഒക്കെ കഴിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഒരു ദൈവദാസിന് വേണ്ടി ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറഞ്ഞു, അവരുടെ അവരുടെ ഭവനവുമായി ബന്ധപ്പെട്ട്, അവരുടെ സ്ഥലവുമായി ബന്ധപ്പെട്ട് നീ ചോദിക്കണം, പ്ലാവ് ഉണ്ടോ എന്ന് ചോദിക്കണം. ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത്, കർത്താവേ അങ്ങനെ ഞാൻ ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. 2, എനിക്ക് അങ്ങനെയുള്ള കാര്യത്തിനോട് വലിയ ഇൻട്രസ്റ്റ് ഉള്ള ആളല്ല, അങ്ങനെയുള്ള പ്രവചനങ്ങളോട്. പക്ഷെ ദൈവാത്മാവ് പറഞ്ഞത് അനുസരിച്ചില്ല, ഞാൻ അത് ചോദിച്ചില്ല. ഞാൻ ജസ്റ്റ് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചു. വീണ്ടും എല്ലാവർക്കും പ്രാർത്ഥിച്ച് ഈ ദൈവമനുഷ്യന് മുമ്പിൽ വന്നപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, നീ അത് ഉണ്ടോ എന്ന് ചോദിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ആ ദൈവമനുഷ്യന്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, അങ്ങളെ ഇങ്ങനെ ഒരു ദൈവാത്മാവ് എന്നോട് ഒരു കാര്യം പറയുന്നു, നിങ്ങളുടെ ഭവനത്തിന്റെ അടുത്ത്, വീടിനോട് അടുത്ത് ഒരു പ്ലാവ് ഉണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഉണ്ട് ദൈവദാസനെ എന്ന് പറഞ്ഞു. എന്നോട് ദൈവം പറയാൻ പറഞ്ഞു, അതുമായി ബന്ധപ്പെട്ട് ഒരു ഡെലിവറൻസ് ആ മണ്ണിന്റെ അകത്ത് ഇറങ്ങാൻ പോകുക എന്ന് പറഞ്ഞ് ഞാൻ മാറിപ്പോയി. ഒരു 2 ആഴ്ച കഴിഞ്ഞും അദ്ദേഹം, ഞാൻ ഇപ്പോഴും ഓർക്കും, ഞാൻ കോയമ്പത്തൂർ നിൽക്കുമ്പോൾ എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു. പക്ഷെ അന്നൊരു ദൂത് പറഞ്ഞില്ലായിരുന്നു. ഞാൻ മാരാമൽ നിന്ന് 7 വർഷം മുമ്പ് ആ ഒരു ബഡ് പ്ലാവിന്റെ തൈ മേടിച്ചുകൊണ്ട് വന്നതാ.
ആമേൻ. അവര് പറഞ്ഞത് 1 വർഷം കഴിയുമ്പോൾ ഇത് കായ്ക്കുമെന്ന് പറഞ്ഞു. 1 വർഷം കഴിയുമ്പോൾ ഈ ബഡ് പ്ലാവ് കായ്ക്കും. 1 വർഷം കഴിയുമ്പോൾ തൊട്ട് ഇതിൻ്റെ അകത്ത് ഈ കായ്ച്ചു വരും. പക്ഷെ നിങ്ങൾക്ക് അറിയോ, മനസ്സിലാകുമെന്ന് തോന്നുന്നു. ഇത് കായ്ച്ചു വരുമ്പോൾ ഇത് ഒരു കറുപ്പ് പോലെ, ഈ ഈ കറുപ്പ് പോലെ ഇത് വന്നിട്ട് ഇത് പൊഴിഞ്ഞു പോവുക. കഴിഞ്ഞ 6 വർഷമായിട്ടും ഇതാ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം പറഞ്ഞു, എന്നാണോ അതിന്റെ മീതെ ഒരു ദൈവപ്രവൃത്തി, ദൈവശക്തി ഇറങ്ങുമെന്ന് പറഞ്ഞത്, ആ സമയം മുതൽ ആ പ്ലാവിന്റെ അകത്ത് ആ ഒരു മൊട്ടിടും, അതിങ്ങനെ ഒരു ഫലം ഉണ്ടാകും. ആ സമയം മുതൽ ഇന്ന് വരെ ആ പ്ലാവിന്റെ അകത്ത് അത് ഉതിർന്നു പോയിട്ടില്ല, അത് കൊഴിഞ്ഞു പോയിട്ടില്ല. കഴിഞ്ഞ ഒരു 2-3 ആഴ്ചക്ക് മുമ്പ് അദ്ദേഹം ഒരു ഒരു ഫ്രൂട്ടിന്റെ അദ്ദേഹത്തിന് അതിൽ നിന്ന് പറിച്ച ഒരു ഫ്രൂട്ടിന്റെ ചക്കയുടെ ഫോട്ടോ എനിക്ക് അയച്ചു. ഇത് ലൈവിൽ ഇടത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് കട്ട് ചെയ്ത് ദൈവത്തിന് ഇടത്തില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് അവര് ആ ചക്കപ്പഴം പഴുത്തത് എനിക്ക് അയച്ചു തന്നു. ആമേ. ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, ഈ ദൈവശക്തിക്ക് മണ്ണിനകത്ത് ഇറങ്ങി ചെല്ലാൻ പറ്റുമോ? ഹല്ലേലൂയ. അതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയട്ടെ, കഴിഞ്ഞ 6 വർഷമായി ബന്ധപ്പെട്ട് അവരുടെ ജീവിതത്തിന്റെ അകത്ത് തുറക്കാത്ത വാതിലുകളെ ദൈവം തുറക്കാൻ തുടങ്ങി. ഇതുപോലായിരുന്നു ഇവരുടെ ജീവിതം. ഒന്നിനും ഫലം കൊടുക്കാൻ കഴിയത്തില്ല, ഫലം യഥാർത്ഥമായി ഫ്രൂട്ട്ഫുൾ ആകാൻ പറ്റുന്നില്ല ജീവിതം. ഇന്ന് രാത്രി എന്നെ കൊണ്ട് അത് പരിശുദ്ധാത്മാവ് പറയിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു കാര്യം ഉറപ്പാ, സോണി ചേച്ചി, ജീവിതത്തിന്റെ അകത്ത് ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ചില ഫ്രൂട്ട്ഫുൾ ആകാൻ കഴിയാത്ത മേഖലയ്ക്കകത്തെല്ലാം ഈ രാത്രികളിൽ ദൈവശക്തി ഇറങ്ങിച്ചെന്ന്, ആമേൻ. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ഓരോ മാതാപിതാക്കന്മാരോട് ഞാൻ പറയുന്നു, നിങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മൂവ് ചെയ്യാൻ കഴിയാത്ത സകല മേഖലയ്ക്കകത്തേക്കും ഇന്ന് രാത്രി ആ ദൈവശക്തി ഇറങ്ങിച്ചെല്ലും. ഇന്ന് രാത്രി പ്രാർത്ഥിക്കാൻ പറ്റുന്നവരെല്ലാം പ്രാർത്ഥിക്കണം. എന്നോട് പരിശുദ്ധാത്മാവ് വലിയ ബോധ്യം ഹൃദയത്തിനകത്ത് തരുന്നു. ഈ തലമുറകളുമായി ബന്ധപ്പെട്ട് കരയുന്ന മാതാപിതാക്കന്മാർ ഇതിനകത്തുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഞാനത് ആത്മാവിൽ കാണുന്നു. തലമുറകളുടെ ചെങ്ങലകൾ ഈ രാത്രി ദൈവം അഴിക്കുക. ചില അഡിക്ഷനുകൾ, ദൈവത്തിൽ നിന്ന് അകന്ന് കഴിയുന്ന, ഈ ദൈവത്തിൽ നിന്ന് അകന്ന് ലോകത്തിന്റെ തായ ചെങ്ങലക്കകത്ത് കുരുങ്ങിക്കിടക്കുന്ന ചില തലമുറകളെ ഇന്ന് രാത്രി ദൈവം വിടുവിക്കുന്ന രാത്രിയാണ്. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്നവർ, വിശ്വസിക്കുന്നവർ മാത്രം ആത്മാവിൽ പ്രാർത്ഥിക്കുക. അതുകൊണ്ട് ഇനി പറയാൻ പോകുന്ന വചനങ്ങൾ നിങ്ങൾ അതുപോലെ തന്നെ ആത്മാവിൽ ഏറ്റെടുക്കുക, അതുപോലെ തന്നെ ആമേൻ പറയുക. ഓക്കെ. ഒരു അവകാശത്തിനായി ദൈവം നമ്മളെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു. നമുക്ക് ഭൂമിയിൽ മാത്രമല്ല അവകാശമുള്ളത്, സ്വർഗത്തിൽ മാത്രമല്ല നമുക്ക് അവകാശമുള്ളത്, ഈ ഭൂമിയിലായിരിക്കുമ്പോഴും നമുക്ക് ചില അവകാശങ്ങളുണ്ട്. ഹല്ലേലൂയ. ആമേൻ. അതിനെ ഒന്ന് തൊട്ടിട്ട് സ്വർഗീയ അവകാശങ്ങളിലേക്ക് ഞാൻ ദൈവ സമയം തന്നാൽ ഞാൻ അതിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 37-ാം സങ്കീർത്തനം അതിൻ്റെ അകത്ത് 25-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി അപ്പമെരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാൽ മതി. ഈ ബൈബിളിന്റെ അകത്ത് അവകാശം എന്ന് പറയുന്ന പദങ്ങളെല്ലാം ഇന്ന് രാത്രി നിങ്ങൾ വായിക്കുമ്പോൾ ഇതെല്ലാം ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കണം. കാരണം ഇതെല്ലാം ദൈവം നമ്മുടെ അവകാശം നമ്മൾ പ്രാപിക്കേണ്ടതിന് വേണ്ടിയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഒന്ന് പറഞ്ഞേ, നിങ്ങളൊന്ന് കരം ഉയർത്തിപ്പിടിച്ച് പറഞ്ഞേ, നീതിമാൻ തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി അപ്പമെരക്കുന്നതും ഞങ്ങൾ കണ്ടിട്ടില്ല. ഞാനൊരു സുവിശേഷകന്റെ മോനാണ്, ഞാനൊരു പാസ്റ്ററിന്റെ മോനാണ്. ഹല്ലേലൂയ. ഒത്തിരി ഫാമിലി സപ്പോർട്ടുള്ള, ഒത്തിരി ഫൈനാൻഷ്യൽ, ഒത്തിരി സാമ്പത്തിക ഭദ്രതയുള്ള ഒരു കുടുംബത്തിലെ ഒരു അംഗമല്ല ഞാൻ. ഹല്ലേലൂയ. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ഉറപ്പോടെ പറയും, ഈ വചനം ഉയർത്തിപ്പിടിച്ച് പറയും, ആമേൻ, നീതിമാന്റെ സന്തതി അപ്പം ഇരക്കത്തത് കണ്ടിട്ടില്ല എന്ന വചനം പറയുന്നതെങ്കിൽ എന്റെ ജീവിതം കൊണ്ട് ഞാൻ പറയാം, ഹല്ലേലൂയ, ഞങ്ങൾ ഇതുവരെ അപ്പം ഇരക്കുവാൻ ദൈവം അനുവദിച്ചിട്ടില്ല. പ്രതിസന്ധികൾ വന്നിട്ടുണ്ട്, ഇല്ലായ്മകൾ വന്നിട്ടുണ്ട്, കുറവുകൾ വന്നിട്ടുണ്ട്, സത്യമാണ്. പക്ഷേ ഒരു നേരത്തെ അപ്പത്തിനു വേണ്ടി ഒരു കുടുംബത്തിന്റെയും ഡോറുകൾ മുട്ടേണ്ട ഗതികേട്, ആമേൻ, ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വന്നിട്ടില്ല. മറ്റുള്ളവരുടെ ജീവിതത്തെ നോക്കിയല്ല ഞാൻ പഠിക്കുന്നത്. ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നു? ഞാൻ ഒരു വ്യക്തിയുടെ ജീവിതത്തെ നോക്കി പഠിക്കത്തില്ല.
എന്നോട് ദൈവം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, നിന്റെ ചുറ്റുമുള്ള ഒരു വ്യക്തിയുടെയും ജീവിതം നോക്കി നീ പഠിക്കരുത്. ദൈവവചനം എന്ത് പറയുന്നു, ദൈവവചനത്തിനകത്ത് എന്ത് വാഗ്ദത്തം നിന്നോട് പറയുന്നു, അത് മാത്രം നീ നോക്കുക. ഈ വചനം പറയുന്നുണ്ട്, നീതിമാന്റെ സന്തതി തുണയില്ലാതിരിക്കുന്നതും അവന്റെ സന്തതി അപ്പം ഇരക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ, ഇന്ന് രാത്രി ഞാൻ പറയുന്നു, അതുപോലെ തന്നെ ആ വചനം സംഭവിക്കും. ഹല്ലേലൂയ. 127 സങ്കീർത്തനം എന്തോ പറയുന്നത്, മക്കൾ ദൈവം തരുന്ന അവകാശമാണ്. നിങ്ങൾ ആ വാക്യം ഒന്ന് വായിക്കാമോ? 127 സങ്കീർത്തനം. മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ. ശ്രദ്ധിച്ചേ, നമ്മളെപ്പോഴും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലം, ദാനം എന്നൊക്കെയാ പറയുന്നത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുക, മക്കൾ ദൈവം തരുന്ന അവകാശമാണ്. ഒന്ന് പറഞ്ഞേ, മാതാപിതാക്കന്മാർ പറഞ്ഞേ, മക്കൾ ദൈവം തരുന്ന അവകാശമാണ്, അത് ദാനമല്ല. ഇപ്പോ ഈ നമ്മള് ഈ ഭിക്ഷക്കാരൊക്കെ നമ്മുടെ വീടിനകത്ത് ഈ യാചിക്കുന്നവർ വരുമ്പോൾ നമ്മൾ ദാനം ചെയ്തു എന്നാ പറയുന്നത്, അല്ലെ? അവർക്ക് നിങ്ങളുടെ വീട്ടിൽ കയറി എടുത്തു കഴിക്കാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. പക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും നിങ്ങളുടെ ഭവനത്തിന്റെ അകത്തെ ഏത് സാധനങ്ങളും തുറന്നെടുക്കുവാൻ, അത് ഭക്ഷിക്കുവാൻ അവർക്ക് കഴിയും. കാരണം അവരവകാശിയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഞാൻ പറയുന്നു, നിങ്ങളുടെ മക്കൾ എന്ന് പറയുന്നത് ദൈവം നിങ്ങൾക്ക് തരുന്ന ഒരു അവകാശമാണ്. വചനം പറയുന്നല്ലോ, നീതിമാന്റെ അവകാശത്തിന്റെ മീതെ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കത്തില്ലെങ്കിൽ. ഇന്ന് രാത്രി മാതാപിതാക്കന്മാരുടെ പ്രാർത്ഥനകളും രീതികളും വാചകങ്ങളും ചേഞ്ച് ചെയ്തിട്ട് പറയണം, എന്റെ തലമുറ എന്ന് പറയുന്നത് അത് ദൈവം എനിക്ക് തന്ന അവകാശമാണെങ്കിൽ ആ അവകാശത്തിന്റെ മീതെ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കത്തില്ല. അവന്റെ മീതെ സാത്താന്റെ ഒരു തന്ത്രവും വാഴത്തില്ല. അവന്റെ മീതെ സാത്താന്റെ പ്ലാനുകൾ വാഴത്തില്ല. ദൈവം എനിക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതെന്റെ അവകാശമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി അങ്ങനെ കരം ഉയർത്തി പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ഈ സംഖ്യാപുസ്തകം 18 അധ്യായം 20 വാക്യത്തിലേക്കൊക്കെ വരുമ്പോഴേ, ഈ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഈ ഓരോ ഗോത്രങ്ങൾക്കും പ്രോമിസ് ലാൻഡ്, ദൈവം പറഞ്ഞ വാഗ്ദത്ത ദേശം വീതിച്ചു കൊടുക്കുക. ഓരോ ദേശവും വീതിച്ചു കൊടുക്കുമ്പോൾ ഓരോ ഗോത്രങ്ങൾക്കും ഭൂമി കൊടുക്കുക. പക്ഷെ ലേവ്യ ഗോത്രം വരുമ്പോൾ ആ പദം ഞാൻ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. സംഖ്യാപുസ്തകം 18 അധ്യായം അതിന്റെ 20 വാക്യം. ലേവ്യ ഗോത്രം വരുമ്പോൾ ദൈവം അവരോട് പറയുകയാണ്, നിങ്ങൾക്ക് ഭൂമിയിൽ ഒരു അവകാശവും ഇല്ല. യഹോവ പിന്നെയും അഹരോനോട്, നിനക്ക് അവരുടെ ഭൂമിയിൽ ഒരു അവകാശം ഉണ്ടാകരുത്, അവരുടെ ഇടയിൽ നിനക്കൊരു ഓഹരിയും അരുത്. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ ഞാൻ തന്നെ നിന്റെ ഓഹരിയും അവകാശമാകുന്നു എന്ന് അരുളി ചെയ്തു. ലേവ്യരോട് പറയുകയാണ്, എന്താ പറഞ്ഞത്? ഈ ഭൂമിയിൽ നിനക്ക് എന്തോ ഇല്ല, ഒരവകാശവും ഇല്ല. എന്നിട്ട് സാധാരണ നമ്മളൊക്കെ ആണെങ്കിൽ എന്തേലും ദുഃഖിച്ചേനെ, ഈ ഭൂമിയിൽ അവകാശമില്ല, ഭൂമിയിൽ ഇല്ലെങ്കിൽ എങ്ങനെ ജീവിക്കും? പക്ഷെ ലേവ്യരെ വിളിച്ചിട്ട് പറയുകയാണ്, നിന്റെ അവകാശം എന്ന് പറയുന്നത് അത് ഞാനാണ്. നിന്റെ ഓഹരി എന്ന് പറയുന്നത് ഞാനാണ്. വീണ്ടും ജനിക്കപ്പെട്ട ദൈവ പൈതൽ, അവന്റെ അവകാശമാണ് ദൈവം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ മോശ ഈ വാഗ്ദത്ത ദേശത്തിലേക്ക് ഇവർ നടക്കുമ്പോൾ മോശയോട് പറയുകയാണ്, എന്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരുമെന്നൊക്കെ പറയുക. ഞാൻ പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം തരുമെന്നൊക്കെ പറയുമ്പോ മോശ പറയുന്ന ഒരു പദമുണ്ട്, കർത്താവേ, നീ ഇല്ലെങ്കിൽ എനിക്ക് ആ കനാൻ ദേശം വേണ്ട. കാരണം മോശയ്ക്ക് അറിയാം, ഈ ദൈവം എന്ന അവകാശത്തെക്കാൾ വലുതല്ല ഈ ഭൂമിയിലെ അവകാശങ്ങളൊന്നും. ഹല്ലേലൂയ. എത്ര പേർക്ക് ആമേൻ പറയാൻ പറ്റും? ഒരു കാര്യം ഞാൻ പറയാം, ദൈവം നമുക്ക് അവകാശമായി നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, ദൈവം തന്നെ ഓഹരിയായിട്ട് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, മറ്റൊന്നിനും നമ്മുടെ മുമ്പിൽ എന്തോ ചെയ്യാൻ പറ്റത്തില്ല. ആമേൻ. ഞാൻ വളരെ സിമ്പിൾ ആയിട്ട് പറയാം. ഇപ്പോ നരേന്ദ്രമോദി നമ്മുടെ കൂടെ ഉണ്ട്, നമ്മുടെ കൂടെ ഇങ്ങനെ മൂവ് ചെയ്യാം. നരേന്ദ്രമോദിയുടെ കയ്യിൽ ഒരു പണവും കയ്യിലില്ല. അദ്ദേഹം കയ്യിൽ ഒരു മൊബൈൽ എടുത്തിട്ടില്ല, ATM വാളറ്റ് എടുത്തില്ല, അദ്ദേഹം ഒന്നുമില്ല, കയ്യിലൊന്നുമില്ല.
കയ്യിൽ 1 രൂപ പോലും ഇല്ല. പക്ഷെ അദ്ദേഹത്തിന്റെ കൂടെ നടക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അദ്ദേഹത്തിന്റെ കയ്യിൽ ഒന്നും ഇല്ലെങ്കിലും അദ്ദേഹം കൂടെ ഉണ്ടെന്നുള്ള ഒറ്റ കാരണം മതി, നിങ്ങൾ എവിടെ സ്ഥലത്ത് ഏതൊക്കെ സ്ഥലത്ത് പോകുന്നോ ആ മുമ്പിൽ പോകുന്ന ഡോറുകളെല്ലാം നിങ്ങളുടെ മുമ്പിൽ തുറന്നിരിക്കും. ഹല്ലേലൂയ. നിങ്ങള് ആമേൻ, അദ്ദേഹത്തിന്റെ കയ്യിൽ എന്തുണ്ടെന്നോ അദ്ദേഹത്തിന്റെ ഫോണിൽ എന്തുണ്ടെന്നോ അദ്ദേഹത്തിന്റെ കൂടെ ഇതൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അദ്ദേഹം കൂടെ വോക്ക് ചെയ്താൽ എല്ലാ വാതിലുകളും എന്തോ ചെയ്യും, നിങ്ങളുടെ മുമ്പിൽ തുറക്കും. അതുകൊണ്ട് ഒരു കാര്യം ഓർക്കുക, മേക്ക് ഷുവർ വൺ തിങ്, ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. ദൈവത്തിന്റെ കരത്തിലോട്ടല്ല ഇന്ന് പകൽ ദൈവമക്കൾ നോക്കേണ്ടത്. അയ്യോ, ആ പ്രാർത്ഥനയ്ക്കുള്ള മറുപടിയുമായിട്ടാണോ ദൈവം ഇറങ്ങി വന്നത് എന്നല്ല നമ്മൾ നോക്കേണ്ടത്. ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു ഡോറും അടഞ്ഞിരിക്കത്തില്ല. ദൈവം തന്നെ അവകാശമായും ദൈവം തന്നെ ഓഹരിയുമായുള്ള ദൈവമക്കൾ ഇതിന്റെ അകത്തുണ്ടെങ്കിൽ കരമുയർത്തി ദൈവത്തിന് നന്ദി പറയണം. ദൈവം തന്നെയാണ് നമ്മുടെ അവകാശം. വീണ്ടും ജനിച്ചവന്റെ അവകാശം എന്ന് പറയുന്നത് ഈ ലോകത്തിലെ മറ്റൊന്നുമല്ല, ദൈവം തന്നെയാണ് അവന്റെ അവകാശം. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർക്ക് സന്തോഷമുണ്ട്? എന്നിട്ട് ഈ ലേവ്യരെ വെറുതെ കൈവിടുകയാണോ? ഇല്ല. ലേവ്യരോട് പറയുക, 21-ാമത്തെ വാക്യം, ലേവ്യർക്കോ ഞാൻ സമാഗമന കൂടാരം സംബന്ധിച്ച് അവർ ചെയ്യുന്ന വേലയ്ക്ക് ഇസ്രായേലിലുള്ള ദശാംശമെല്ലാം അവർക്ക് അവകാശമായി കൊടുത്തിരിക്കുന്നു എന്ന് കരുതി, ഭൂമിയിൽ ഒന്നും കൊടുത്തില്ല എന്ന് കരുതി അവരെ പട്ടിണിക്ക് ദൈവം വിടുകയാണോ? അല്ല. ഈ ഭൂമിയിൽ കൊടുത്ത എല്ലാത്തിനേക്കാൾ ഏറ്റവും ടോപ്പ് പ്ലേസിലാണ് ദൈവം ലേവ്യരെ കൊണ്ട് വെച്ചിരിക്കുന്നത്. എന്താ? ദൈവത്തിന്റെ ആലയത്തിൽ ശുശ്രൂഷ ചെയ്യാൻ, ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കുവാൻ. 2, അവർക്ക് ഒരു അവകാശം കൊടുക്കുക. എന്തുവാ? 10% ആലയത്തിന്റെ അകത്ത് കൊണ്ടുവരുന്നതിന്റെ അകത്തെല്ലാം ഒരു 10% അവർക്ക് അവകാശം കൊടുക്കുക. ഒരു കാര്യം പറയട്ടെ, ഈ ദൈവവേല ചെയ്യുന്ന ദൈവദാസന്മാർക്കും ഈ ദൈവസഭയ്ക്കൊക്കെ നമ്മള് ഈ എന്താ പറയാ, ഈ കൊടുക്കുമ്പോഴൊക്കെ നിങ്ങൾ ഒത്തിരി ശ്രദ്ധിക്കുക. അതൊരു അവകാശമാണ്. ഓക്കെ, അതൊരു എന്താ പറയാ, നമ്മൾ ഈ ഔദാര്യമായി കൊടുക്കുന്നതല്ല. നമ്മുടെ മീതെ എന്തോ ഉണ്ട്, ഒരു അവകാശമുണ്ട്. ഒന്ന് പറഞ്ഞ്, നിങ്ങള് എന്നെ തെറ്റിദ്ധരിക്കരുത്. ചിലരൊക്കെ ഗീവിങ്, ഞാൻ പേഴ്സണലി ഈ ചിലപ്പോഴൊക്കെ ചില വീടുകളിൽ ചെല്ലുമ്പോ അയ്യോ വന്നു പോയല്ലോ എന്നൊക്കെ ഓർത്ത് വന്നിട്ട്, അല്ലെങ്കിൽ ചിലർ പറയും പക്ഷേ ഇന്ന് ഇതൊരു പടിയായിട്ടിരുന്നു. ഞാൻ അങ്ങനെ പറയുമ്പോഴേ ഞാൻ ഈ സാധനം മേടിക്കത്തില്ല. ഞാൻ പറയാം, അച്ഛാ കൈ വെച്ചോട്ടെ എന്ന് പറയും. അങ്ങനെ മേടിക്കുന്നവരുണ്ടാകും, പക്ഷെ അങ്ങനെ മേടിക്കാത്ത ആളുകളും ഉണ്ട്. ഈ ചിലര് തരുമ്പോൾ നമുക്കറിയാം, ചില വീട്ടിൽ ഭക്ഷണത്തിന് ചെല്ലുമ്പോൾ നമുക്കറിയാം അവർ സ്വീകരിക്കുന്ന രീതികളും തരുന്ന രീതികളും ഒക്കെ നമുക്കറിയാം. ആമേൻ, ഹല്ലേലൂയ. അങ്ങനെ ഉള്ളതൊന്നും നമ്മൾ സ്വീകരിക്കത്തില്ല. ഇതൊരു അവകാശമാണ്, ഇതൊരു ഔദാര്യമല്ല. ലേവ്യർക്ക് ഇതൊരു ഔദാര്യമല്ല ദൈവം കൊടുക്കുന്നത്. എന്തുവാ? ഇതൊരു അവകാശമാണ്. ഇനി ഈ യെശയ്യാവിന്റെ പുസ്തകം 54-ാം അധ്യായം 17-ാമത്തെ വാക്യം അതൊന്ന് വായിച്ചേ. 54:17. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എന്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇത് തന്നെ ആകുന്നു എന്ന് യഹോവ പറഞ്ഞു. ആ വാക്യം ശ്രദ്ധിച്ചോ. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കത്തില്ല. അത് നമ്മുടെ അവകാശം അല്ലെ. ഇത് യഹോവയുടെ ദാസന്മാരുടെ അവകാശമാണ്. രാത്രി നിങ്ങൾ എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? എന്റെ അവകാശമാണ്. എനിക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും എന്തോ ചെയ്തില്ല. ഈ ആയുധത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? വെപ്പൻസിന്റെ പ്രത്യേകത. ഇത് ഒരു ദിവസം കൊണ്ട് ചുമ്മാ പ്ലാൻ ഇല്ലാതെ ഉണ്ടാക്കുന്നതല്ല, വളരെ വ്യക്തമായി പ്ലാനോടെ ഉണ്ടാക്കുന്ന. നിങ്ങൾ ഒരു ആക്സ് എടുത്ത്, ഒരു കോടാലി എടുത്ത്, അതിന്റെ ഒരു വലിയ വ്യക്തമായ ഒരു പ്ലാനോടെ ഇത് ഉണ്ടാക്കുന്നത്. കാരണം എന്താ? സമയമെടുത്ത് അതിനെ മോൾഡ് ചെയ്ത് എക്വിപ്പ് ചെയ്ത് അതിനെ അടിച്ചടിച്ച്, എന്തിനാണെന്നറിയാമോ? അതിനെ ഒറ്റ വെട്ടിന് അതെന്തോ ചെയ്യണം, ഇത് രണ്ടാകണം. കാഠിന്യമുള്ള സാധനങ്ങളെല്ലാം എന്തോ ചെയ്യണം, രണ്ടാകണം. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോഴും ദുഷ്ടനും സാത്താനും അവന്റെ രാജ്യവും ആളുകളും എല്ലാം എന്തോ ചെയ്യുന്നുണ്ട്? നിങ്ങൾക്ക് വിരോധമായി ആയുധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക, ആയുധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഓരോ ആയുധത്തിനും ഓരോ പ്രത്യേകതയാണ്. നമുക്കറിയാം, ഈ പിച്ചാത്തിയൊക്കെ വളരെ ലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്.
പക്ഷെ അതിന്റെ പ്രത്യേകത എന്താ? അത് ഈ നമ്മൾ ഈ കൊടാലി പോലെ എടുത്തുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല. പക്ഷെ അത് ഭയങ്കര ആരും അറിയാതെ നമുക്ക് കൊണ്ടുപോകാം. സർജിക്കൽ ബ്ലേഡ് നിങ്ങൾ ശ്രദ്ധിച്ച്, ആരും അറിയാതെ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാം. പക്ഷെ നടന്നു പോകുമ്പോഴായിരിക്കും ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് നമ്മുടെ ശരീരത്തിൽ നിന്നും ഇങ്ങനെ പോറി വിട്ടാൽ മതി, അതിന് മുറിവുകൾ ഉണ്ടാക്കാം. ഓരോ ആയുധങ്ങൾ ഓരോരുത്തരുണ്ടാക്കുമ്പോഴും അതിന്റെ പിറകിൽ ഒരു ഭയങ്കര ഒരു ഉദ്ദേശമുണ്ട്, ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന്. ഇന്ന് രാത്രി ഞാൻ പറയാം, വ്യത്യസ്തമായ നിലവാരങ്ങളിൽ വ്യത്യസ്തമായി ദൈവജനത്തിനെതിരെ, ദൈവദാസന്മാർക്കെതിരെ പല ആയുധങ്ങളും ഇരുട്ടിന്റെ മറവിൽ അമേൻ ഈ ദിവസങ്ങളിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ദൈവജനം കരം ഉയർത്തി പറയണം, ഇത് നമ്മുടെ അവകാശമായി. എന്താ അവകാശം? എനിക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കത്തില്ല. കരമുയർത്തി ഇന്ന് രാത്രി ആ വാക്യത്തെ ഡിക്ലെയർ ചെയ്യുക. ഇതെന്റെ അവകാശമാണ്. എനിക്ക് വിരോധമായി, എന്റെ കുടുംബത്തിന് വിരോധമായി, എന്റെ ശുശ്രൂഷകൾക്ക് വിരോധമായി, എന്റെ തലമുറകൾക്ക് വിരോധമായി ഒളിഞ്ഞും പാത്തും പള്ളു പറയുന്ന വ്യക്തികളുണ്ട്. ഇന്ന് രാത്രി അവരുടെയൊക്കെ നടുവിൽ പറയണം, ഇന്ന് രാത്രി എനിക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും വലിക്കത്തില്ല. ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ പ്രവചിച്ചു പറയുന്നു, ചില ആയുധങ്ങളുടെ മീതെ ദൈവത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഇറങ്ങുകയാണ്. ഫലിക്കത്തില്ല. ആയുധം ഉണ്ടാക്കത്തില്ലെന്നല്ല പറയുന്നത്, ആയുധങ്ങൾ ഉണ്ടാക്കും, പക്ഷെ അത് ഫലിക്കത്തില്ല. ഹല്ലേലൂയ. അത് നമ്മുടെ അവകാശമാണ്. ഈ സംഖ്യാപുസ്തകം 13 മുതലുള്ള അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഈ ദൈവം ഇസ്രായേൽ മക്കളെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ അവരോട് പറയുന്നുണ്ട്, എന്താ പറയാ, പാലും തേനും ഒഴുകുന്ന ഒരു കനാൻ ദേശത്താണ് നിങ്ങളെ ആക്കാൻ പോകുന്നത്, വാഗ്ദത്ത ദേശമാണ്. ഇങ്ങനെ യാത്ര ചെയ്തു വരുമ്പോൾ ഈ 12 ഗോത്രങ്ങളിൽ നിന്ന് 12 പേരെ തെരഞ്ഞെടുത്തിട്ട് ഈ വാഗ്ദത്ത ദേശത്തെ ഉറ്റുനോക്കാൻ വിടുന്നുണ്ട്. സംഖ്യാപുസ്തകം 13, 14 അധ്യായങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ വീട്ടിൽ പോയി ധ്യാനിക്കുക. അങ്ങനെ 12 പേര് ഉറ്റുനോക്കാൻ പോയി. അവര് ഉറ്റുനോക്കിയിട്ട് തിരിച്ചു വരുമ്പോൾ മോശയോട് പറയുന്ന ഒരു വാക്കുണ്ട്, ദേശം ഭയങ്കര മനോഹരമാണ് അല്ലെ. ആ ദേശത്തെ മുന്തിരിക്കൊലകൾ 2 പേര് ചേർന്ന് വേണം എടുക്കാൻ. നിങ്ങൾക്ക് അത് ചിന്തിക്കാൻ പറ്റുമോ? നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. അത്രയും ഫലഭൂഷ്ടിയുള്ള ഒരു ദേശമാണ് കനാൻ ദേശം. പക്ഷെ 10 പേര് വന്നിട്ട് പറയുകയാണ്, ആ ദേശത്തെ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റത്തില്ല. അവിടെ അനാക്യ മല്ലന്മാരുണ്ട്, അവിടെ മല്ലന്മാരുണ്ട്, അവരെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റത്തില്ല. അവരുടെ മുമ്പിൽ നമ്മൾ വെട്ടിക്കിളി പോലെ അല്ലെ, വെട്ടില് പോലെ നമ്മൾ അവരുടെ മുമ്പിൽ തോന്നും. ശ്രദ്ധിച്ചോ, ഈ 10 പേരുടെ വാക്ക് കേട്ട് ആ ദേശം മുഴുവൻ ഉരുകിയിട്ട് യോശുവ പറയാ, അതൊന്നും സാരയില്ല, അവർ അനാക്യ മല്ലന്മാരാണ്, സത്യമാണ്, പക്ഷേ ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ ആ വാഗ്ദത്ത ദേശത്തെ ഞാൻ അവകാശമാക്കും, നമ്മൾ അവകാശമാക്കും. ഈ വാക്കുകൾ പറയുമ്പോൾ ഈ 10 പേരുടെ വാക്കുകൾ കേട്ടിട്ട് ആ ദേശം മുഴുവൻ ഈ എന്താ പറയാ യോശുവായിക്കും കാലേബിനും നേരെ തിരിയുക. പക്ഷെ അവിടെ ഒരുവൻ മാത്രമേ പറയുന്നുള്ളൂ, ദൈവം നമ്മളോട് വാഗ്ദത്തം പറഞ്ഞതാണെങ്കിൽ ആ ദേശത്തെ നമ്മൾ അവകാശം പ്രാപിക്കും. എത്ര വലിയ മല്ലന്മാരുണ്ടെങ്കിലും ദൈവം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ, കഴിഞ്ഞ നാളുകളിൽ ദൈവം നമ്മളെ നടത്തിയ വിധങ്ങൾ നമ്മൾ ഓർത്താൽ ആ ദേശങ്ങളെ നമ്മൾ അവകാശം പ്രാപിക്കും. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വിശ്വാസത്തിന്റെ വാക്കുകൾ ആ 10 പേര് പറഞ്ഞ വാക്ക് പോലെയാണോ? കാലേബ് പറഞ്ഞതുപോലാണോ? കാലേബിനെ പറ്റി വചനം പറയുന്നുവാ, കാലേബ് എന്ന് പറയുന്നത് അവനൊരു ഡിഫറൻറ്റ് സ്വഭാവമുള്ള, അവൻ മറ്റൊരു ആത്മാവുള്ളവനാണ്, മറ്റൊരു സ്വഭാവമുള്ളവനാണ്. എന്താ മറ്റൊരു സ്വഭാവം എന്ന് ചോദിച്ചാൽ പറയും, അവൻ മറ്റുള്ളവർ ചിന്തിക്കുന്നത് പോലെയും മനസ്സിലാക്കുന്നത് പോലെയും അല്ല കാര്യങ്ങളെ മനസ്സിലാക്കുന്നത്. അവൻ കാര്യങ്ങളെ മനസ്സിലാക്കുന്നത് ദൈവത്തിന്റെ ദൃഷ്ടിയിലാണ്. ദൈവത്തിന്റെ വലിപ്പം മനസ്സിലാക്കിയ കാലേബ് അതിനെ ഭൂമിയിൽ ആ കാര്യങ്ങളോട് പ്രതിസന്ധികൾ, വെല്ലുവിളികൾ ഇരുട്ടി നിൽക്കുമ്പോൾ അതിനെ ദൈവത്തിന്റെ വലിപ്പം മനസ്സിലാക്കിയാണ് ആ പ്രതിസന്ധിയോട് കാലേബ് പ്രതികരിക്കുന്നത്. ഇന്ന് രാത്രി ഒരുപക്ഷെ രോഗം നിങ്ങളുടെ മുമ്പിൽ മൂർത്തിച്ചു നിൽക്കുന്നുണ്ടായിരിക്കാം, ഒരുപക്ഷെ പ്രതിസന്ധികൾ നിങ്ങൾ അനുഭവിക്കുന്ന വെല്ലുവിളികൾ എന്താന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇന്ന് രാത്രി പ്രതിസന്ധികളും വെല്ലുവിളികളും മല്ലന്മാരെ പോലെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഇന്ന് രാത്രി കരം ഉയർത്തി പറയണം, ഞാൻ ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെ അവകാശമാക്കും. എന്റെ വാഗ്ദത്തത്തിന്റെ മീതെ എത്ര ഗോലിയാത്തുമാർ എഴുന്നേറ്റും നിന്നാലും ഞാൻ ദൈവത്തിന്റെ വലിപ്പത്തെ മനസ്സിലാക്കി അതിനെതിരെ ഞാൻ പോരാടും. ഇന്ന് രാത്രി ചില കാലേബുമാരെ
ദൈവത്തിന് ആവശ്യമാണ്. കൂടെയുള്ളവർ എന്ത് പറയുന്നു, കൂടെയുള്ള സാഹചര്യത്തിനനുസരിച്ച് ദൈവത്തെ മനസ്സിലാക്കുന്നവരല്ല ദൈവത്തിന് ഈ രാത്രി വേണ്ടത്. ദൈവത്തിന്റെ വലിപ്പം മനസ്സിലാക്കി സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാതെ സാഹചര്യങ്ങളോട് ഫൈറ്റ് ചെയ്യാൻ കഴിയുന്ന ചിലരെ ഈ രാത്രി ദൈവത്തിന് ആവശ്യമുണ്ട്. നിങ്ങൾക്കറിയാമോ, ബാക്കിയുള്ള ആരും അമേൻ പ്രോമിസ്ഡ് ലാൻഡിന്റെ മീതെ അവകാശം വെച്ചില്ല. പക്ഷെ യോശുവയും കാലേബും ആ ദേശത്തിന്റെ മീതെ അവകാശിയായി തീർന്നതുപോലെ ഈ രാത്രി ആർക്കെങ്കിലും ഒക്കെ ആമേൻ പറയാൻ പറ്റുമെങ്കിൽ പറയണം, ഞാനൊരു അവകാശിയാണ്. ദൈവം എന്നെ വെറുതെ വിളിച്ചതല്ല. വചനം പറയുന്നു, ഈ ഭൂതലവും അതിലെ നിവാസികളും ദൈവത്തിനുള്ളതാണെങ്കിൽ ഈ ഭൂമിയിൽ നിങ്ങൾക്കൊരു അവകാശമുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി കരം ഉയർത്തി പറഞ്ഞ്, ഞാൻ ദൈവത്തിന്റെ അവകാശിയാണ്, ക്രിസ്തുവേശുവിന് കൂട്ടവകാശിയാണ്. ഇന്ന് രാത്രി ദൈവം നിങ്ങളുടെ അവകാശത്തിന്റെ മീതെ, ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ഇതിനകത്ത് ഈ 1-2 കുടുംബത്തിന്റെ അകത്ത് നിങ്ങളുടെ അവകാശങ്ങളിലേക്ക് കയറാൻ കഴിയാതെ ഭയന്നു നിൽക്കുന്ന ചില മേഖലകൾ, ഇരുളിന്റെ മേഖലകൾ, തിന്മയുടെ മേഖലകൾ, ഈ രാത്രി ദൈവം അതിനെ ആത്മാവിൽ വെട്ടിക്കളഞ്ഞ് ഇന്ന് രാത്രി ചിലതിന്റെ അവകാശത്തിലേക്ക് കാലുകൾ വെക്കുകയാണ്. ഇന്ന് രാത്രി ചില അവകാശത്തിന്റെ മീതെ ഇന്ന് രാത്രി നിങ്ങളുടെ കൊടികളെ അവൻ വെക്കുന്ന രാത്രിയാണ്. ഞാൻ ആ കാഴ്ച കാണുകയാണ് കേട്ടോ. നിങ്ങൾ ഈ എന്താ പറയാ, ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ചില ദേശങ്ങൾ, ചില രാജ്യങ്ങൾ അവകാശമാക്കി കഴിയുമ്പോൾ ആ രാജ്യത്തിന്റെ കൊടി എന്തോ ചെയ്യും, ആ ദേശത്തിന്റെ മീതെ കൊണ്ട് അവർ നാട്ടും. ആ നാട്ടിട്ട് അവർ ഡിക്ലെയർ ചെയ്യുന്ന കാര്യമുണ്ട്, ഈ ഭൂമി ഇപ്പോൾ ഞങ്ങളുടെ അവകാശമാണ്. ഈ കാർഗിൽ യുദ്ധമൊക്കെ നടന്നപ്പോൾ എനിക്ക് തോന്നുന്നു ചില ദേശങ്ങളൊക്കെ ഇന്ത്യൻ സോൾജിയേഴ്സ് പിടിച്ചെടുത്തിട്ട് ഇന്ത്യയുടെ കൊടി കൊണ്ട് അവിടെ നാട്ടി. അതെന്താണെന്നറിയാവോ വിളിച്ചു പറയുന്നത്, ഈ ദേശത്തെ വീണ്ടും ഞങ്ങൾ പിടിച്ചു, ഈ ദേശത്തിന്റെ അവകാശി ഇപ്പോൾ ഇന്ത്യയാണെന്ന് തെളിയിക്കുന്ന ഒരു കൊടി അവിടെ നാട്ടിയതുപോലെ ഇന്ന് രാത്രി ദൈവമക്കൾ കരം ഉയർത്തി പറയണം, ഈ രാത്രി യഹോവ നിസി, അവൻ നമ്മുടെ ജയമാണ്. ജയത്തിന്റെ കൊടി ഇന്ന് രാത്രി നിങ്ങളുടെ അവകാശത്തിന്റെ മീതെ ഈ രാത്രി നിങ്ങൾ നാട്ടണം. വിശ്വാസത്താൽ ഈ രാത്രി നിങ്ങളുടെ ഫൈനാൻഷ്യൽ മേഖലയ്ക്കകത്ത്, ജോലിക്കകത്ത്, കുടുംബത്തിന്റെ അകത്ത്, മിനിസ്ട്രിക്കകത്ത്, നിങ്ങളുടെ രോഗത്തിന്റെ മീതെ ഈ രാത്രി ശത്രു ഏതൊക്കെ മേഖലയ്ക്കകത്ത് അവന്റെ അവകാശം പറഞ്ഞിട്ടുണ്ടോ, ഈ രാത്രി വിശ്വാസത്തോടെ യഹോവ നിസി എന്നുള്ളൊരു കൊടി, കമോൺ ദൈവമക്കളെ പ്രതികരിച്ചു തുടങ്ങിക്കേ, ആത്മാവിലൊന്ന് ആരാധിച്ചു തുടങ്ങി. ഇന്ന് രാത്രി കെട്ടുകൾ അഴിയുകയാണ്. നിങ്ങളുടെ അവകാശങ്ങളെ തിരിച്ചു പിടിക്കുന്ന രാത്രിയാണ്. ദുഷ്ടൻ അവകാശമായി വെല്ലുവിളിച്ച് കൊണ്ടുപോയതിന്റെ മീതെ അത് എന്റെ അവകാശമെന്ന് നിങ്ങൾ പറഞ്ഞ് ദുഷ്ടന്റെ അവകാശങ്ങളെ തിരിച്ചു പിടിക്കുന്നു. ഞാൻ ഈ പറയുന്നതിന്റെ സൈനുകൾ നിങ്ങൾ അത് കാണാൻ പോവുകയാണ്. പ്രത്യേകിച്ച് ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് എന്നോട് ദൈവാത്മാവ് അങ്ങനെ തന്നെ പറയുന്നു, ചിലരുടെ അവകാശങ്ങളെ വിട്ടുകൊടുക്കാതെ ചിലരെ കൈപ്പിടിയിലാക്കിയിരിക്കുന്ന മേഖലകൾ ഈ ദിവസങ്ങളിൽ ഓഗസ്റ്റ് മാസത്തിന്റെ അകത്ത് ദൈവത്തിന്റെ ഒരു ഭയങ്കര ഡെലിവറൻസ് അതിനകത്ത് നടക്കാൻ പോവുകയാണ്. ചില വളർച്ചകൾ, ചില ഗ്രോത്തുകൾ നടക്കാൻ കഴിയാതെ വണ്ണം ഭയങ്കര സ്റ്റാഗ്നന്റ് ആയി നിൽക്കുന്ന, ഈ വളർച്ചയില്ലാതെ കടക്കുന്ന ചില മേഖലകൾക്കകത്ത് ഇന്ന് രാത്രി ഞാൻ ആ വളർച്ചകളെ കാണുന്നു. ഒരു തൈ ഇങ്ങനെ കുഴിച്ചു വെച്ചിട്ട് കിളിർത്തു വരുമ്പോൾ അതിനെ ചവിട്ടി അതിനെ ഇല്ലാതാക്കി, എന്നാൽ ആ കാലിന്റെ അടിയിൽ നിന്ന് ആ പെട്ടെന്ന് പൊട്ടിക്കിളിർത്ത് അത് വീണ്ടും വേഗത്തിൽ വളരുന്നത് പോലെയുള്ള ഒരു കാഴ്ച ദൈവാത്മാവ് ഇന്ന് രാത്രി എന്നെ കാണിക്കുന്നു. അസാധാരണമായ അഭിഷേകത്തിന്റെ കൈമാറ്റം നിങ്ങളുടെ മീതെ ഇന്ന് രാത്രി വരുന്നു. നിങ്ങളുടെ ആത്മ മനുഷ്യനകത്ത് ഈ രാത്രി വരുന്നു. ദൈവത്തിന്റെ മഹത്വം ഈ രാത്രി ഇറങ്ങി വരികയാണ്. ഇന്ന് കരം ഉയർത്തി പറഞ്ഞ്, ദൈവം തന്നെയാണ് എന്റെ അവകാശം, ദൈവം തന്നെയാണ് എന്റെ ഓഹരി. ഇന്ന് രാത്രി ദൈവം തന്നെ അവകാശമായി ഇറങ്ങി വന്നാൽ ദുഷ്ടൻ ഒരു വാതിലും നിനക്കെതിരെ കൊട്ടിയടയ്ക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഇവിടെ ഈ ഭൂമിയിലെ അവകാശങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ കേട്ടു.
പക്ഷെ ഞാൻ ഒന്നുകൂടെ സ്വർഗത്തിലെ അവകാശങ്ങൾ, അവിടെയാണല്ലോ നമ്മൾ ഒന്നുകൂടെ ഒന്ന് ചിന്തിക്കേണ്ടത്. സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും, സ്വർഗത്തിൽ നമുക്ക് സൂക്ഷിച്ചിരിക്കുന്ന ചില അവകാശങ്ങളുണ്ട്. ഞാൻ വേഗത്തിൽ ഒന്ന് പറയാം. തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം 6-ാമത്തെ വാക്യം പറയുന്നു, നിത്യജീവൻ നമുക്ക് അവകാശമാക്കി ദൈവം വെച്ചിരിക്കുകയാണ്. സ്വർഗത്തിൽ ശ്രദ്ധിച്ച്, ഈ ദൈവം മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിക്കുമ്പോൾ മരണം എന്നുള്ള കൺസെപ്റ്റ് ഇല്ല ദൈവത്തിന്. പക്ഷെ പാപം ചെയ്ത് മരണം മനുഷ്യന്റെ മീതെ ആധിപത്യം ചുമത്തിയിരിക്കുമ്പോൾ വീണ്ടും ജനിച്ചിരിക്കുന്ന ദൈവമക്കളെ നോക്കി തീത്തോസിന്റെ ലേഖനത്തിൽ പൗലോസ് പറയുകയാണ്, നിങ്ങൾക്കൊരു അവകാശമുണ്ട്. എന്താ? നിത്യജീവൻ എന്ന് പറഞ്ഞാൽ മരണമില്ലാതെ ദൈവത്തോടു കൂടെ യുഗായുഗമായി വാഴുന്ന ഒരു നിത്യജീവൻ ദൈവം നമുക്ക് അവകാശമായി തന്നിരിക്കുകയാണ്. ഒരാമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായം 17-18 വാക്യത്തിനകത്ത് പറയുന്നു, നിങ്ങളിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ, ഒരു തേജസ് എന്ന് പറയുന്ന ഒരു അവകാശം ദൈവം നമുക്ക് വെച്ചിരിക്കുക. പൂർണ്ണമായി നിങ്ങളത് ശ്രദ്ധിച്ചേ, ഈ നഷ്ടപ്പെട്ട ഒരു തേജസ് ഉണ്ട് ഏദൻ തോട്ടത്തിൽ. അതിനുശേഷം ഈ ദൈവത്തെ പൂർണ്ണ രൂപത്തിൽ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിയത്തില്ല. ഈ പുറപ്പാട് പുസ്തകം 33-ാം അധ്യായത്തിനകത്തേക്ക് വരുമ്പോൾ മോശ പറയുന്നുണ്ട്, കർത്താവേ, എനിക്ക് അങ്ങയുടെ തേജസ് കാണണം, മുഖം കാണണം, ഷോ മീ യുവർ ഗ്ലോറി. ദൈവം പറയുന്ന ഒരു പദമുണ്ട്, എന്റെ തേജസ് നീ കണ്ടാൽ നീ മരിച്ചു പോകും. പക്ഷെ നീ ചോദിച്ചത് കൊണ്ട് ഒരു കാര്യം ഞാൻ ചെയ്യാം, പാറയുടെ പിളർപ്പിൽ ഞാൻ നിന്നെ ആക്കി വെക്കാം. ഞാൻ കടന്നു പോകുമ്പോൾ നിനക്ക് എന്റെ മുഖത്തെ കാണാൻ കഴിയത്തില്ല, പക്ഷെ എന്റെ കൈ കൊണ്ട് തന്നെ മറച്ച് ഞാൻ കടന്നു പോകാം. നിനക്ക് എന്റെ പിൻഭാഗത്തെ കാണാൻ കഴിയും. ദൈവത്തിന്റെ തേജസ് ഒരു മനുഷ്യനും കാണാൻ കഴിയാതിരിക്കുമ്പോൾ വചനം പറയുകയാണ്, ദൈവത്തിന്റെ തേജസ് കർത്താവ് ഈ മധ്യാകാശത്തിൽ വരുമ്പോൾ, കാഹളം ധ്വനിക്കുമ്പോൾ, തേജസ്കരിക്കപ്പെട്ട ഒരു ശരീരത്തോടുകൂടെ തേജസ്കരിക്കപ്പെട്ടവനായി ദൈവത്തിന്റെ തേജസ്സിന് ഒരു അവകാശിയായി നമ്മൾ തീരുകയാണ്. നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ അതിനെ കണ്ടിട്ടുണ്ടോ? ആത്മാവിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? തേജസ്സുള്ള നമ്മുടെ ശരീരം, ഒരു ദ്രവത്വമില്ലാത്ത, അപമാനമില്ലാത്ത, രോഗത്തിന് പിടിക്കാൻ കഴിയാത്ത, ദാരിദ്ര്യത്തിന് തൊടാൻ കഴിയാത്ത, മരണത്തിന് തൊടാൻ കഴിയാത്ത ഒരു തേജസ്സുള്ള ഒരു ശരീരം, തേജസ് ദൈവം നമുക്ക് അവകാശമായി വെച്ചിരിക്കുക. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 25:34 വാക്യം പറയുന്നു, ഒരു രാജ്യം നമുക്ക് അവകാശമാക്കി ദൈവം വെച്ചിരിക്കുകയാണ്. തിമോത്തിയോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യം, വെളിപ്പാട് പുസ്തകം 20-6 പറയുന്നു, യേശുവിനോട് കൂടെ 1000 ആണ്ട് നമ്മൾ വാഴും. അതൊരു അവകാശമാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവം നമുക്ക് ഒരു അവകാശത്തെ ദൈവം നമുക്ക് വെച്ചിട്ടുണ്ട്. അത് ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൽ മാത്രമല്ല ഭൂമിയിലും ദൈവം നമുക്കൊരു അവകാശത്തെ വെച്ചിരിക്കുക. ഞാൻ വേഗത്തിൽ ഒരു ചിന്തയും കൂടെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. ഇവിടെ അവകാശത്തിനായി ജനിപ്പിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്, അല്ലെ? ജനിപ്പിച്ചിരിക്കുന്നു. ഇനി വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ ഈ 2-3 അധ്യായങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ എടുത്തെടുത്ത് പറയുന്ന ഒരു പദമുണ്ട്, ജയിക്കുന്നവന് ഞാൻ വെള്ളയുടുപ്പ് നൽകും, ജയിക്കുന്നവനെ ഞാൻ ആലയത്തിന്റെ തൂണാക്കും, ജയിക്കുന്നവന് ഞാൻ വെള്ളക്കല്ല് നൽകും. സോ അവകാശത്തിനായി ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ദൈവാത്മാവ് നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, ജയിക്കുന്നവനാകുക. ഈ പോയിന്റ് നമ്മൾ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ആരാധിക്കും. ഈ ജയിക്കുന്നവന് മാത്രമേ ദൈവത്തിന് ചിലത് കൊടുക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, തിമോത്തിയോസിന്റെ ലേഖനത്തിൽ പറയും, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു. ഇപ്പോൾ നടക്കുന്നത്, നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ ഓടാൻ വേണ്ടി ആളുകളെല്ലാം നിൽക്കുന്നു, റെഡിയായി നിൽക്കുന്നു, അതിന് ചുറ്റും ആളുകൾ നിൽക്കുന്നു. ഒരു വ്യക്തി ഓടുമ്പോൾ ചുറ്റും അടുത്തിരുന്ന ആൾക്കാർ എന്തോ ചെയ്യും? ക്ലാപ്പ് ചെയ്യും, അവനെ എൻകറേജ് ചെയ്യും, പ്രോത്സാഹിക്കും. പക്ഷേ നമുക്ക് കൂടെ നിൽക്കുന്നവർക്കെല്ലാം പ്രോത്സാഹിപ്പിക്കാനേ കഴിയത്തുള്ളൂ. ജസിയാൻഡിക്ക് സൂം മീറ്റിംഗ് നൽകി നമ്മളെല്ലാം പ്രോത്സാഹിപ്പിക്കാനേ കഴിയത്തുള്ളൂ. പക്ഷെ ഓടുന്നവൻ വേണം എന്തോ ചെയ്യാൻ? ഓടി തീർക്കാൻ. ആമേൻ. എന്ന് പറഞ്ഞതുപോലെ ഈ ഓടി തീർത്ത് കഴിയുമ്പോൾ അവനൊരു സമ്മാനം അവിടെ വെച്ചിട്ടുണ്ട്. അവനൊരു ജയിച്ചവന് കൊടുക്കുവാൻ ഒരു കാര്യം, ഒരു ഗിഫ്റ്റ് അവിടെ കരുതിയിരിക്കുന്നത് പോലെ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് ഓരോ പ്രതിസന്ധികളും നമ്മൾ ജയിച്ചു വരുമ്പോൾ ദൈവം ചിലത് നമ്മുടെ മീതെ കൈമാറുകയാണ്.
ആമേൻ. ഓരോ പ്രതിസന്ധികളും നിങ്ങൾ മുമ്പിൽ വരുമ്പോൾ നിങ്ങൾ ഓർത്തോണം, അതിനെ എനിക്ക് ജയിക്കണം. ഈ പത്മോസിന്റെ ദ്വീപിൽ കൊണ്ട് യോഹന്നാനെ കൊണ്ടിടുക. യോഹന്നാൻ അതിനെ ജയിച്ചത് കൊണ്ടാണ് യോഹന്നാന്റെ മുമ്പിൽ ദൈവം തന്നെ വെളിപ്പെട്ടു വന്നത്. ഏകാന്തതയ്ക്കകത്ത് ശാപത്തിന്റെ വാക്കുകൾ പറയാതെ, ഏകാന്തതയ്ക്കകത്ത് ഈ ഈ ദൈവ സാന്നിധ്യത്തെ അല്ലെങ്കിൽ ദൈവത്തിനെതിരെ സംസാരിക്കാതെ യോഹന്നാൻ തന്നെ ആ ഏകാന്തതയ്ക്കകത്ത് ജയിച്ചത് കൊണ്ടാണ് ദൈവത്തിന്റെ മഹത്വം അതിൻ്റെ അകത്ത് വന്നത്. ഞാൻ ചോദിക്കട്ടെ, ദൈവത്തിന്റെ നാമം നിമിത്തമോ ദൈവത്തിന്റെ വചനവും നിമിത്തം നമ്മളെ ആരും ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ആക്കിയിട്ടുണ്ടോ? ഈ കൽത്തുറങ്കിൽ അടച്ചിട്ടുണ്ടോ? മറ്റൊരു സ്ഥലത്തേക്ക് നിങ്ങളെ അയച്ചിട്ടുണ്ടോ? ഇല്ല. ഹല്ലേലൂയ. നമ്മളെ ആരെയും അയച്ചിട്ടില്ല. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഇന്നത്തെ പത്മോസ് എന്ന് പറയുന്നത്? പത്മോസ് എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ അതിനെ ഒന്ന് കോണ്ടെക്സ്റ്റലൈസ് ചെയ്താൽ എന്തായിരിക്കും? എല്ലാം ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്തവനെ പോലെ, എല്ലാവരും ചുറ്റും ഉണ്ടെങ്കിലും ഒന്നുമില്ലാത്തവനെ പോലെ ഏകാന്തത അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിളിച്ചു പറയും, അത് നിങ്ങളുടെ ഒരു പത്മോസ് ആണ്. ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, പക്ഷെ എല്ലാവരും ഉണ്ടെങ്കിലും ഒരു ഏകാന്തത ഉള്ളിൽ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ പത്മോസ് ആണ്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, ഈ ഏകാന്തതയ്ക്കകത്ത് നിങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞാൽ, ഈ ഏകാന്തതയ്ക്കകത്ത് ദൈവത്തോട് കൂടെ ചേർന്നിരിക്കാൻ കഴിഞ്ഞാൽ, ഒരുപക്ഷെ ദൈവം സംസാരിക്കത്തില്ല, ദൈവത്തിന്റെ വചനം, ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയത്തില്ല. പക്ഷെ ആ ഏകാന്തതയ്ക്കകത്ത് നിനക്ക് ജയിക്കാൻ കഴിഞ്ഞാൽ ഒരു ദൈവത്തിന്റെ മഹത്വം നമുക്ക് ചുറ്റും വെളിപ്പെടുവാൻ, ഒരു വിലയേറിയ ദൈവത്തിന്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുവാൻ ദൈവം റെഡിയായിട്ട് നിൽക്കുകയാണ്. നിങ്ങളെല്ലാം ശ്രദ്ധിച്ചു നോക്കിക്കോ. ഒരു വലിയ പ്രതിസന്ധിക്കകത്ത് തരണം ചെയ്ത് കഴിയുമ്പോൾ അവരെ വെയിറ്റ് ചെയ്ത് ദൈവത്തിന്റെ ചില എന്താ പറയാ അനുഗ്രഹങ്ങൾ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. ചില ഗിഫ്റ്റുകൾ, ബ്ലെസ്സിങ്ങുകൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം അബ്രഹാമിനോട് പറയാം, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ മകനെ തരിക. 25 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ പ്രാപിച്ച മകനെ ചോദിക്കുക. ഞാൻ വചനം വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, ഇസഹാക്കിനെ അല്ല ദൈവം യാഗം കഴിക്കാൻ പറഞ്ഞത്, അബ്രഹാമിനെ തന്നെയാണ് ദൈവം യാഗം കഴിക്കാൻ പറഞ്ഞത്. ഇസഹാക്കിനെ ആ മൊമെന്റിൽ മാത്രമേ ഇസഹാക്ക് അറിയുന്നുള്ളൂ ഇസഹാക്കാണ് യാഗമൃഗമെന്ന്. പക്ഷേ ദൈവം പറഞ്ഞ സമയം തൊട്ട് അബ്രഹാം ഹൃദയത്തിന്റെ അകത്ത് ഉരുകി നടക്കുക. അബ്രഹാം തന്നെ യാഗപീഠത്തിനകത്ത് ആയിരിക്കുക. ഈ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ അകത്തല്ല കാര്യം. പ്രതിസന്ധികൾ വരുമ്പോൾ പ്രതിസന്ധിക്കകത്ത് നമ്മൾ തെളിയിക്കണം, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നവനാണ്. ഹല്ലേലൂയ. അബ്രഹാം ദൈവത്തിന്റെ മുമ്പിൽ തെളിയിച്ചു കൊടുത്തു. അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനെന്നും ദൈവം എത്രത്തോളം ദൈവത്തിന്റെ വാക്കുകൾ അബ്രഹാം വില കൊടുക്കുന്നു എന്നും ദൈവത്തിന്റെ മുമ്പിൽ അബ്രഹാം തെളിയിച്ചപ്പോൾ അടുത്ത പദം പറയുകയാണ് അബ്രഹാമിനോട്, ഞാൻ നിന്നെ ഐശ്വര്യമായി അനുഗ്രഹിക്കും. ഹല്ലേലൂയ. നോക്കിക്കോ, ശദ്രക് മേശക് അബേദ്നേഗോ തീയുടെ മുമ്പിൽ അവർക്ക് തള്ളി പറയാൻ പറ്റുമായിരുന്നു. പക്ഷെ ആ തീച്ചൂളയുടെ നടുവിൽ അവരതിനെ ജയിച്ച് മടങ്ങി വരുമ്പോൾ രാജാവ് പറയുകയാണ്, ശദ്രക് മേശക് അബേദ്നേഗോന്റെ ദൈവത്തെ പോലെ ഒരു ദൈവമില്ലെന്നും ആ ദൈവത്തിനെതിരായി ആരെങ്കിലും പറഞ്ഞാൽ അവൻ മരിക്കപ്പെടണം എന്നുള്ള ഒരു വെർഡിക്റ്റ് അവിടെ തുറക്കുകയാണ്. അതിനുശേഷം അവർക്കൊരു പൊസിഷൻ ദൈവം അവർക്ക് കൊടുക്കുകയാണ്. നിങ്ങൾ ദാനിയേലിനെ ശ്രദ്ധിച്ചു. തനിക്ക് ഈ എന്താ പറയാ രാജാവിന്റെ ഭോജനം കൊണ്ട് തനിക്ക് തന്നെ അശുദ്ധി വരുത്തത്തില്ലെന്ന് ഒരു ദൈവഭക്തൻ തീരുമാനമെടുത്ത് അതിന്റെ മുമ്പിൽ അവൻ ജയിച്ചു കഴിഞ്ഞപ്പോഴാണ് ഹല്ലേലൂയ ഒരു രാജ്യത്തിന്റെ പ്രധാന ഔദ്യോഗിക പദവിയിലേക്ക് താൻ എടുത്തപ്പെടുന്നത്. പൊത്തിഫറിന്റെ ഭവനത്തിലേക്ക് ജോസഫ് ആ ഒരു മേഖലകളെ, ആ പ്രതിസന്ധികളെ ജയിച്ചു കഴിഞ്ഞപ്പോഴാണ് ദൈവം തന്നെ മറ്റൊരു മേഖലകളിലേക്ക് ഒരു മിനിസ്റ്റർ എന്നൊരു പദവിയിലേക്ക് ദൈവം അവനെ ആക്കപ്പെടുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോ, ഓരോ പ്രതിസന്ധികളെ നിങ്ങൾ ജയിച്ച്, നിങ്ങളുടെ ഏകാന്തതകളെ നിങ്ങൾ ജയിച്ച്, നമ്മുടെ വിശുദ്ധിക്കും നമ്മുടെ അഭിഷേകത്തിനുമെതിരെ പല പ്രലോഭനങ്ങൾ വരുമ്പോൾ, പണം കൊണ്ട് വരുമ്പോൾ, സ്ത്രീയായിട്ടും പുരുഷനായും പല പ്രലോഭനങ്ങൾ വരുമ്പോൾ, നമ്മുടെ മൊബൈലിനെ നമ്മൾ ജയിക്കുമ്പോൾ,
നമ്മൾ പലതിനെയും ജയിച്ചു കയറുമ്പോൾ, ഏകാന്തതകളെ ജയിച്ചു കയറുമ്പോൾ, ജയിക്കുന്നവന് ഞാൻ വെള്ളയുടുപ്പ് നൽകുമെന്ന് അത് സ്വർഗത്തിലെ പദമാണ് പറയുന്നെങ്കിൽ, ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് പറയുന്നു, ഓരോ പ്രതിസന്ധികളെ നീ ജയിച്ചു കയറുമ്പോൾ ദൈവം ചിലതിന്റെ മീതെ നിന്നെ കാര്യ വിചാരകനാക്കുകയാണ്. നിന്റെ അഭിഷേകത്തിന്റെ തീവ്രത വർദ്ധിക്കുകയാണ്, ശുശ്രൂഷയുടെ മൂർച്ച വർദ്ധിക്കുകയാണ്. ഇന്ന് പലരും പലതിന്റെ അകത്തും തോറ്റു കടക്കുന്നത് കൊണ്ടാണ് പല ശുശ്രൂഷകന്മാരുടെ മൂർച്ച കുറഞ്ഞു പോകുന്നത്. പക്ഷേ ഈ അന്ത്യകാലത്ത് ദൈവം ആഗ്രഹിക്കുന്നു, മൂർച്ചയേറിയ ചില മെതിവണ്ടിയാക്കുവാൻ ഈ രാത്രി ജയിക്കുന്ന ചിലതിനെ ദൈവം ആഗ്രഹിക്കും. നിങ്ങളുടെ ഏകാന്തതകളെ ജയിക്കുന്ന, നിങ്ങളുടെ പ്രതിസന്ധിക്കകത്ത് പട്ടിണി വരുമ്പോൾ, ദാരിദ്ര്യം വരുമ്പോൾ, രോഗം വരുമ്പോൾ, അതിൻ്റെ അകത്ത് നമ്മൾ എങ്ങനെ ജയിക്കുന്നു, അതിനെതിരെ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് അടുത്ത നമ്മുടെ ജീവിതത്തെ ദൈവത്തിന് നമ്മളെ മാറ്റിമറിക്കുവാൻ ഉപയോഗിക്കുവാനുള്ള ഒരു മാധ്യമം എന്ന് പറയുന്നത്. ഞാൻ ഇത് പറയുമ്പോൾ ഇത്രയും ശബ്ദം എടുക്കാൻ എനിക്ക് പറ്റുന്നില്ല. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു, എന്റെ ശരീരത്തിനകത്ത് ഭയങ്കര ഹെർണിയായിട്ട് പേടിക്കുക. പക്ഷെ ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിച്ച ഒറ്റ കാര്യമേ ഉള്ളൂ, കർത്താവേ ഇതിന്റെ അകത്ത് ജയിക്കുവാൻ ഒരു കൃപ നൽകണം. ഹല്ലേലൂയ. ഈ പ്രതിസന്ധി വരുമ്പോൾ ദൈവവചനത്തിനെതിരെയോ ദൈവത്തെ അവിശ്വസിക്കുവാൻ കഴിയാതെ വണ്ണം ദൈവത്തിൽ ആശ്രയം വെക്കണം. ഇന്ന് രാത്രി ഈ രണ്ട് കാര്യം കൂടെ ഞാൻ ചേർത്ത് പറയാം. ഒരു അവകാശത്തിനായി തന്നെ എന്നെയും നിങ്ങളെയും ദൈവം ജനിപ്പിച്ചിരിക്കുന്നുവെങ്കിൽ അപ്പോൾ തന്നെ ഓർക്കുക, ജയിക്കുവേണ്ട കടമ എനിക്കും നിങ്ങൾക്കും ഉണ്ട്. ഒരു ഓട്ടം ഓടി തികച്ചു കയറുമ്പോൾ അവിടെ ഒരു ഗിഫ്റ്റ് ദൈവം നമുക്ക് വെച്ചിരിക്കുന്നത് പോലെ ഈ ഭൂമിയിൽ നിങ്ങൾ ചില പ്രതിസന്ധികളെ ജയിച്ചു കയറി നിൽക്കുമ്പോൾ ചിലത് ദൈവം വെച്ചിരിക്കുക. ചില കിരീടങ്ങൾ, ചില ശുശ്രൂഷകളുടെ കൈമാറ്റങ്ങൾ, ഞാൻ അങ്ങനെ തന്നെ പറയുന്നു. ചില മേഖലകൾ ജയിച്ചു കയറുന്നവർക്ക് വേണ്ടി ദൈവം അടുത്ത അനോയിന്റിങ്ങിന്റെ തീവ്രമായ ദൈവിക ശുശ്രൂഷകളുടെ അധികാരങ്ങൾ, കൃപാവരങ്ങളുടെ അധികാരങ്ങൾ, ചിലതിന്റെ ഗ്രഹവിചാരകന്മാർ പോലും ദൈവമാക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ചില ദേശത്തിന്റെ അധിപതിയാക്കി, ചില രാജ്യങ്ങളുടെ മീതെ നിങ്ങളുടെ ശുശ്രൂഷകൾ, നിങ്ങളുടെ വാക്കുകൾ. ഇന്ന് രാത്രി എത്ര പേർക്ക് ഈ ദൂതിനോട് പ്രതികരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് രാത്രി ചിലത് പ്രാപിക്കുവാൻ ദൈവം ആഗ്രഹിക്കുക, പക്ഷെ പ്രാപിക്കാതിരിക്കാൻ വേണ്ടി ചില വിഷയത്തിന്റെ അകത്ത് വർഷങ്ങളായി, ചില പാപത്തിന്റെ അകത്ത് തോറ്റു കിടക്കുന്ന ചിലരുണ്ട്. ഇതിനകത്ത് ചില വിഷയത്തിന്റെ അകത്ത് ജയിക്കാൻ കഴിയാതെ, ചില മേഖലയ്ക്കകത്ത് തോറ്റ് പരാജിതനായി കയറി വരാൻ കഴിയാതെ കുരുങ്ങിക്കിടക്കുന്ന ആരൊക്കെയോ ഇതിനകത്ത് എന്നെ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, നിങ്ങളെ ജയിപ്പിക്കുന്ന, നിങ്ങൾ പുറപ്പാട് പുസ്തകവും റെവലേഷൻ, വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അവിടെ കാളക്കുട്ടിയെ ആരാധിക്കുന്ന ഒരു കൂട്ടം ജനം മോശ പർവ്വതത്തിന്റെ അകത്ത് സീനായി മലമുകളിൽ നിന്നുകൊണ്ട് ദൈവം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്ന കൽപ്പനകളെ വാങ്ങിക്കുവാൻ അവിടെ നിൽക്കുമ്പോൾ ഒരു വലിയ ആരാധനയുടെ ശബ്ദം കേൾക്കുക. മോശയോർത്തു യഹോവയായ ദൈവത്തെ അവർ ആരാധിക്കുന്നതാണ്. പക്ഷെ ദൈവം തന്നെ വിളിച്ചു പറയുക, അത് ജയിച്ചവരുടെ ആരാധനയല്ല, തോറ്റവരുടെ ആരാധനയാണ്. ഹല്ലേലൂയ, ആമേൻ. ഇന്ന് രാത്രി നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? ഓരോ നമ്മൾ ആരാധിക്കുമ്പോൾ, പാടുമ്പോൾ നമ്മൾ തോറ്റ വ്യക്തികളുടെ ആരാധനയാണോ? തോറ്റവന്റെ പ്രാർത്ഥനയാണോ? പക്ഷെ വെളിപ്പാട് പുസ്തകത്തിന്റെ അകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു കൂട്ടം ജനം കുഞ്ഞാടിന്റെ രക്തത്താൽ തങ്ങളുടെ അങ്കി വെളുപ്പിച്ച്, ആമേൻ, കുഞ്ഞാടിന്റെ മഹത്വം പറയുക. അവിടെ ആരാധിക്കുന്ന ഒരു കൂട്ടം ജയിച്ചവരുടെ ആരാധനയുടെ ശബ്ദമാണെങ്കിൽ, അത് ജയിച്ചവനെ ആരാധിക്കുന്ന ജയിച്ചവരാണെങ്കിൽ, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന് 11-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവാലും അവരുടെ സാക്ഷ്യവചന നിമിത്തവും അവർ അവനെ ജയിച്ചു. ആരെ ജയിച്ചു? സാത്താനെ ജയിച്ചെങ്കിൽ ഇന്ന് രാത്രി കരം ഉയർത്തി പറ, എന്റെ ആരാധന തോറ്റവന്റെ ആരാധനയല്ല, ജയിച്ചവന്റെ ആരാധനയാണ്. എനിക്കറിയത്തില്ല, ഇന്ന് രാത്രി ശബ്ദമൊക്കെ എടുത്ത് ദൈവത്തെ വളരെ ചാടിയും തുള്ളിയും ഇത് പ്രസംഗിക്കണമെന്ന് പറയുന്നു. ഇന്ന് രാത്രി കരം ഉയർത്തി പറ, ഇത് ജയിച്ചവന്റെ ആരാധനയാണ്, തോറ്റവരുടെ ആരാധനയല്ല. നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് മുഴങ്ങുന്നത് ഇനി തോറ്റവരുടെ ആരാധനയല്ല. നിങ്ങളുടെ ചർച്ചിന്റെ അകത്ത് മുഴങ്ങുന്നത് സാത്താന്റെ തന്ത്രങ്ങൾക്കകത്ത് തോറ്റ ഒരു കൂട്ടം ജനത്തിന്റെ ആരാധനയല്ല. വെളിപ്പാട് പുസ്തകത്തിന്റെ അകത്ത് അപ്പോസ്തലൻ കണ്ടതുപോലെ ജയിച്ചവരുടെ ആരാധന. ഒരു നിമിഷം നിങ്ങളൊന്ന് അന്യഭാഷയെ ഒന്ന് ആരാധിച്ച്
ഇന്ന് രാത്രി ഒരു അവകാശത്തിന് വേണ്ടിയാണ് ദൈവം ജനിപ്പിച്ചതെങ്കിൽ, ആദിമ മനുഷ്യനായ ആദാം, ദൈവം അവന് കൊടുത്ത അവകാശങ്ങളെ പൈശാചിക ലോകവും ലൂസിഫറും അവകാശങ്ങളെ പിടിച്ചെടുത്ത് തള്ളിയിട്ടപ്പോൾ, ഇതാ വീണ്ടും ജനിച്ച ദൈവമക്കൾക്ക് വേണ്ടി ഇനി ഒരു സാത്താനും പിടിച്ചെടുക്കുവാൻ കഴിയാത്തതുപോലെ ദൈവിക അവകാശത്തിന് വേണ്ടി ദൈവം ജനിപ്പിച്ചെങ്കിൽ, ഇന്ന് രാത്രി ജയിക്കുന്നവന് കൊടുക്കുന്ന അവകാശം പോലെ ഇന്ന് രാത്രി ജയിക്കുന്നവരുടെ ഒരു കൂട്ടമാണ് ഇതിനകത്ത്. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പ്രവചിക്കുമ്പോൾ ഇന്ന് രാത്രി ചിലരുടെ പരാജയങ്ങൾ ഈ രാത്രി മാറുകയാണ്. നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് യഹോവ നിസി എന്നുള്ള ഒരു ജയത്തിന്റെ കൊടി ഉയരുകയാണ്. കുഞ്ഞാടിന്റെ രക്തത്താൽ ഒരു കൊടി ഇന്ന് രാത്രി നിങ്ങളുടെ കുടുംബത്തിന്റെ അകത്ത് ഉയരുകയാണ്. ശാപങ്ങൾ ഈ രാത്രി അഴിയട്ടെ, രോഗത്തിന്റെ കെട്ടുകൾ ഈ രാത്രി അഴിയട്ടെ, മരണത്തിന്റെ കെട്ടുകൾ ഈ രാത്രി അഴിയട്ടെ, പരാജയത്തിന്റെ കെട്ടുകൾ ഈ രാത്രി അഴിഞ്ഞു മാറട്ടെ. ഇന്ന് രാത്രി ജയത്തിന്റെ കൊടി ഉയരട്ടെ. ഒരു അസാധാരണമായ ഒരു ആത്മാവി അഭിഷേകത്തിന്റെ കൈമാറ്റം ഈ ദിവസങ്ങളിൽ ഈ നിമിഷത്തിൽ ദൈവാത്മാവ് കൈമാറാൻ ആഗ്രഹിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരെല്ലാം കണ്ണുകൾ അടിച്ച് അന്യഭാഷയിലൊന്ന് പ്രാർത്ഥിച്ചേ. ഈ രാത്രി അവസാന നാളുകളിൽ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വലിയ സ്പിരിച്വൽ വെപ്പണാക്കി ദൈവം മാറ്റാൻ പോകുക. കർത്താവിന്റെ ദാസൻ സാജി പാസ്റ്ററിനോട്, ഷിജി ദേവദാസിനോട് എന്നോട് ഇങ്ങനെ പറയാൻ പറയുന്നു. ഒരു അസാധാരണമായ ഒരു അഭിഷേകത്തിന്റെ കൈമാറ്റം, ഒരു ജയിച്ച ഒരു ശുശ്രൂഷകനെ പോലെ ദൈവം എന്നെ അങ്ങനെ കാണിക്കുന്നു. ഒരു പർവ്വതം കീഴടക്കി ഒരു കൊടി ഉയർത്തിപ്പിടിക്കുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവ് എന്നെ അങ്ങനെ കാണിക്കുന്നു. ചിലത് കീഴടക്കുവാൻ കഴിയാത്ത ചില മേഖലകൾ ഇന്ന് രാത്രി കയറുവാൻ കഴിയുന്നത് പോലെ ഒരു അസാധാരണമായ അഭിഷേകത്തിന്റെ കൈമാറ്റം. ചില കെട്ടുകൾ ഇന്ന് രാത്രി ദൈവാത്മാവ് അഴിക്കുക. ഞാനത് ആത്മാവിൽ കാണുന്നു. ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് നീതിമാന്റെ അവകാശത്തിന്റെ മീതെ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കത്തില്ലെങ്കിൽ ഇന്ന് രാത്രി ചില അവകാശങ്ങളെ, ഇരുട്ടിന്റെ മേഖലകൾ, അവകാശം പറയുന്നതിനെ ഇന്ന് രാത്രി ആത്മാവിൽ ഞങ്ങൾ അതിനെ തിരിച്ചു പിടിക്കുകയാണ്. ഹാഷ്മി എന്ന ഡിവൈസ് ചേച്ചിയോട് എന്നോട് ദൈവാത്മാ പറയുന്നു, ഇന്ന് രാത്രി നിന്റെ അവകാശത്തിന്റെ മീതെ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കത്തില്ല. ചിലത് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് തുറന്നു തരികയാണ്. ഈ ജൂലൈ മാസത്തിനകത്ത് ദൈവത്തിന് ഒരു ഭയങ്കര മൂവ്, ഇന്ന് നടക്കുന്ന ആ വിടുതലിന്റെ ഒരു റിസൾട്ട് ജൂലൈ മാസത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് എഴുതി തരികയാണ്. ഞാൻ ചില പേപ്പറിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് സൈൻ ചെയ്യുന്നത് കാണുന്നു. ഇതുവരെ മൂവ് ചെയ്യാത്ത ചില പേപ്പറിന്റെ അകത്ത് ചില സീനുകൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് വെക്കുകയാണ്. ചില രാജ്യത്തിന്റെ ഡോറുകൾ നിനക്ക് മീതെ അവകാശമാക്കി ദൈവം തരികയാണ്. നിനക്ക് അവകാശം എന്ന് പറഞ്ഞ ജോലികൾ, നിനക്ക് അവകാശമെന്ന് നിന്നെ എത്തിക്കുമെന്ന് പറഞ്ഞ ദൈവത്തിന്റെ സ്വർഗരാജ്യവുമായി ബന്ധപ്പെട്ട്, ഡിവൈൻ അസൈൻമെന്റുമായി ബന്ധപ്പെട്ട് ദൈവമാക്കുമെന്ന് പറഞ്ഞ ചില ദേശങ്ങൾ ഇന്ന് രാത്രി അതിന്റെ വാതിലുകൾ ഈ അന്തരീക്ഷത്തിനകത്ത് തുറന്നു വരികയാണ്. വീണ്ടും ചില ശുശ്രൂഷകളുടെ പുതപ്പുകൾ ഇതിന്റെ അകത്ത് പരിശുദ്ധയാത്മാവ് വിടുകയാണ്. സിവിശേഷിയുടെ മീതെ ഒരു അസാധാരണമായ ഒരു ഭയങ്കര പുതപ്പ് അഭിഷേകം ഈ രാത്രി വീഴുകയാണ്. ഒരു ഭയങ്കര തീ വീഴുന്നത് ഞാൻ കാണുന്നു. നിങ്ങളുടെ തലയുടെ മീതെ ഭയങ്കര തീ വീഴുന്നത്, കനൽ കഷ്ണം വീഴുന്നത് പോലെ ഞാനത് കാണുന്നു. ഈ രാത്രി ഒരു പ്രവാചകിയുടെ ഒരു അഭിഷേകത്തെ, പ്രവാചകിയുടെ പുതപ്പിനെ ദൈവത്തിന്റെ ആത്മാവ് വിടുകയാണ്. ചിലത് ആത്മാവിൽ കണ്ട് വിളിച്ചു പറയുന്നത് പോലെ, ഒരു ദാനിയേലിനെ പോലെ ചിലത് ആത്മാവിൽ പ്രാർത്ഥനാ മുറിയിൽ കണ്ട് വിളിച്ചു പറയുന്നത് പോലെ ഒരു വലിയ അഭിഷേകത്തിന്റെ കൈമാറ്റം നടക്കുകയാണ്. ഒന്ന് കരം ഉയർത്തിപ്പിടിച്ച് ഒന്ന് പറഞ്ഞേ, ഈ ദൈവശക്തിയാലാണ് ഞാൻ കാക്കപ്പെടുന്നതെന്ന് പറഞ്ഞ്. ദൈവശക്തിയാൽ എന്നെ കാക്കുന്ന ഒരു ദൈവമുണ്ട്. എന്റെ വിശ്വാസമല്ല, എന്റെ പ്രാർത്ഥനയല്ല, നമ്മൾ പോലും അറിയാതെ ഒരു സൈന്യം നമ്മുടെ രാജ്യത്തിന് ചുറ്റും പ്രൊട്ടക്ട് ചെയ്യുന്നത് പോലെ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ദൈവശക്തിയുണ്ട്. നിങ്ങളുടെ വിശ്വാസത്തെ, രക്ഷയുടെ വിശ്വാസത്തെ നിങ്ങളുടെ അകത്തുനിന്ന് എടുത്തുകൊണ്ട് പോകാതെ പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രലോഭനങ്ങൾ വരുമ്പോൾ നമ്മളെ
നമ്മളെ പൊതിയുന്ന ഒരു ദൈവശക്തിയുണ്ട്. രണ്ട് അപ്പോസ്തലൻ പറയുകയാണ്, സ്വർഗത്തിൽ നിനക്കൊരു അവകാശമുണ്ട്. ഒരു അവകാശത്തിന് വേണ്ടിയിട്ടാണ് ദൈവം നിന്നെ ജനിപ്പിച്ചിരിക്കുന്നത്. ഒന്ന് പറഞ്ഞേ, ഞാനൊരു അവകാശിയാണ്. പൗലോസ് അത് എടുത്തു പറയുന്നു, ഞാൻ ദൈവത്തിന്റെ അവകാശിയും ക്രിസ്തുവേശുവിന്റെ കൂട്ടവകാശിയുമാണ്. ദൈവം നിത്യജീവൻ ഒരു അവകാശമാക്കി എനിക്ക് തന്നിരിക്കുകയാണ്. ദൈവത്തിന്റെ തേജസ് എനിക്ക് അവകാശമായി തന്നിരിക്കുകയാണ്. ഏറ്റവും അധികം നമ്മൾ പറയും ദൈവം തന്നെ നമ്മുടെ അവകാശമാണ്. സംഖ്യാപുസ്തകം 18:20 പറയുന്നു, ദൈവം തന്നെ നമ്മുടെ അവകാശമാണ്. ഹല്ലേലൂയ. കർത്താവേ, ഈ ജനത്തെ ഞങ്ങൾ പ്രാർത്ഥിച്ച് ബ്ലെസ് ചെയ്യുന്നു. ഇന്ന് കേട്ട ദൈവവചനത്തിന്റെ വിടുതലുകൾ ഈ ദിവസങ്ങളിൽ, ഈ മണിക്കൂറുകളിൽ ദൈവം ചെയ്തു തുടങ്ങിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈ രാത്രിയിൽ ചില രോഗങ്ങൾ അപ്രത്യക്ഷമായതിനെ ഓർത്ത് നന്ദി പറയുന്നു. വരിഞ്ഞു മുറുക്കി നിൽക്കുന്ന ചില തലവേദനകൾ, ചില നടുവുമായി ബന്ധപ്പെട്ട ചില ഡിസീസുകൾ, ഈ അന്തരീക്ഷത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് ഈ ബോൺ സംബന്ധമായ ഡിസീസുകൾ, പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ഈ ബോൺ സംബന്ധമായി ഭയങ്കര പെയിൻ അനുഭവിക്കുന്നവരെ ഈ അന്തരീക്ഷത്തിനകത്ത് പരിശുദ്ധ ആത്മാവ് സൗഖ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ലെഫ്റ്റ് ഹാൻഡുമായി ബന്ധപ്പെട്ട് ഭയങ്കര പെയിൻ അനുഭവിക്കുന്നവരുടെ മീതെ ഒരു അസാധാരണമായ ഹീലിംഗ് ഈ അന്തരീക്ഷത്തിനകത്ത് പുനരുദ്ധാനത്തിന്റെ ശക്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ തലമുറകൾക്ക് വിരോധമായി ഉണ്ടാകുന്ന ചില ആക്സിഡന്റുകളെ ഞങ്ങൾ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ ശാസിക്കുന്നു. ഈ മാതാപിതാക്കന്മാരുടെ തലമുറകൾ, മക്കൾ ദൈവം തരുന്ന അവകാശമാണെങ്കിൽ ആ അവകാശത്തിന് വിരോധമായി നിൽക്കുന്നതിനെ എല്ലാം ഞങ്ങൾ ഇപ്പോൾ ആത്മാവിൽ ശാസിക്കുന്നു. ഒരു വലിയ ശുശ്രൂഷകളുടെ പകർച്ചകൾ ഈ രാത്രി നടന്നതിനായി നന്ദി. കർത്താവെ, ജയിക്കുന്നവരായി തീരുവാൻ ഞങ്ങൾ ഇന്നലകളിൽ പരാജയപ്പെട്ട മേഖലകൾ, ഞങ്ങളുടെ ഏകാന്തതകൾ, പ്രതിസന്ധികൾ, പരാജയപ്പെട്ട മേഖലകൾക്കകത്ത് ഇന്ന് രാത്രി ജയിക്കുന്നവരാകുവാൻ, ആ ജയത്തിന്റെ അകത്ത് ദൈവം വെച്ചിരിക്കുന്ന അനുസരണത്തിന്റെ അകത്ത് ദൈവം വെച്ചിരിക്കുന്ന ആ നന്മകൾ, ആ അനുഗ്രഹങ്ങൾ, അത് പ്രാപിപ്പാൻ ഞങ്ങളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഒരുമിച്ച് ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു, ഈ മിനിസ്ട്രി അനുഗ്രഹിക്കുന്നു, കർത്താവിന്റെ ദാസിയെ അനുഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കുക. സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.